തന്റെ 10ാം വയസ്സിൽ കത്തുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലും കലാസുഭകമാർന്നൊരാകാശം സ്വപ്നം കണ്ടൊരു കുഞ്ഞു പെൺകുട്ടി മഹേശ്വരി. ആടാനും പാടാനും അഭിനയിക്കാനും മിടുക്കിയായിരുന്ന അവൾ തോപ്പിൽ ഭാസി എന്ന നാടകാചാര്യന്റെ പ്രിയപ്പെട്ട ശിഷ്യയായപ്പോൾ കാലം അവളെ സ്വപ്നതുല്യമായ ഒരു അരങ്ങിലേക്ക് കൈപിടിച്ചാനയിച്ചു. KPAC, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. മലയാളി കണ്ട എക്കാലത്തെയും വലിയ ആ നാടക തറവാട്ടിലൂടെ അവളന്ന് നാടിന്റെ അകമറിഞ്ഞ് നടനമറിഞ്ഞ് മലയാളികളുടെ പ്രിയപ്പെട്ട KPAC ലളിതയായി. ഗോഡ്ഫാദറായ സാക്ഷാൽ തോപ്പിൽ ഭാസിയിൽ നിന്ന് തന്നെ അഭ്രപാളിയിലും ഹരിശ്രീ. 70കൾക്ക് ലളിതയുണ്ട് എന്നായിരുന്നെങ്കിൽ 80കൾ മുതൽ ലളിതയില്ലെങ്കിൽ പറ്റില്ല എന്ന അവസ്ഥയായി. ആർക്കും അത്ര എളുപ്പം അനുകരിക്കാനാവാത്ത അഭിനയത്തിന്റെ ആ ലളിത ലാവണ്യം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഓർമ്മയിൽ എന്നും KPAC ലളിത. ഇതിനകത്തേക്ക് കാലെടുത്ത് കൂത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. കുറെ നാളായി നിങ്ങൾക്ക് ആനയെ വാങ്ങണം എന്നുള്ള മോഹം തുടങ്ങിയിട്ട്. ആ പെണ്ണിനെ ഇറക്കിടാനുള്ള വഴി എന്താച്ചാ നോക്കൂ. നിന്നോട് ആയിട പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്. അത് റാവത്തേടെ മുമ്പിൽ വെച്ച് ഞാൻ സാരിയാണല്ലോ എടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. നീ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച. തള്ള ചത്തില്ലേ? ഇല്ലട നാറി. നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ലളിത ചേച്ചിയുടെ ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് ഇന്ന് ആദ്യം നമ്മളോട് ചേരുന്നത് പ്രതിഭാധനനായ ഒരു സംവിധായകനാണ്. ഉള്ളുലയ്ക്കുന്ന മിഴുനീർ പൂക്കളുമായി മലയാള സിനിമയിലേക്ക് എത്തിയ ഒരാൾ. എത്രയോ ചിത്രങ്ങളിലൂടെ സെല്ലുലോയിഡിൽ നിറം പകർന്ന ഒരാൾ. എഴുത്തുകാരൻ, സംവിധായകൻ. ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കമൽ സാർ. കമൽ സാർ, സ്വാഗതം. ഓർമ്മയിലെന്നും KPAC ലളിത ചേച്ചി. ലളിത ചേച്ചി കമൽ സാറിന്റെ സിനിമകളിൽ അഭിനയിച്ചതിന്റെ ഒരു ചെറിയ കണക്ക് പറയുകയാണെങ്കിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മാധവി അമ്മ മുതൽ ആമി എന്ന ചിത്രത്തിലെ ജാനു അമ്മ വരെ 30 വർഷങ്ങൾ നീണ്ട ഒരു ബന്ധമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് കമൽ സാറ് ഭരതൻ സാറിന്റെ ശിഷ്യനായിരുന്നു. ആ സമയത്ത് ലളിത ചേച്ചി സിനിമയിലുണ്ട്. അന്നേ പരിചയമുണ്ടോ അതോ സിനിമ ചെയ്തപ്പോഴാണോ പരിചയം? തീർച്ചയായിട്ടും. ഞാൻ ആ വീട്ടിലൊരു നിത്യ സന്ദർശകനായിരുന്നല്ലോ. എപ്പോഴും പോവും. ചേച്ചി എന്താ പറയാ, ആതിഥേയായിട്ട് ഒരുപാട് കാലം. അതിനു മുമ്പും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെ കുറേ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ ലളിത ചേച്ചിയായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. ഞാൻ ചേച്ചി ആദ്യം കാണുന്ന ആരവ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭരതേട്ടൻ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്താണ്. ഒരിക്കലും ബഹദൂർ ആയിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ. അന്നാണ് ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എത്ര കൊല്ലം ആദ്യമായിട്ട് കണ്ട ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് കമൽ സാറ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. അതിനുശേഷം ഇത്രയും കാലഘട്ടം ഇന്ന് നമുക്ക് പെട്ടെന്ന് പറയുമ്പം അക്കങ്ങളായി പറയുമ്പോൾ 5 വർഷം 10 അല്ലെ 30 എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു ജീവിതവുമായി ബന്ധപ്പെടുത്തിയത് പറയുമ്പോൾ ഒരു 30 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലപരിധിയാണ് അല്ലേ? അതില് കമൽ സാറിനെ പോലെ ഒരാള് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു 70കളിലൊക്കെ ലളിത ചേച്ചി ഉണ്ടേ നല്ലതെന്നാണ്. 80കൾ കഴിഞ്ഞതോടുകൂടി ലളിത ചേച്ചി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ആലോചിച്ച് ഇത് ലളിത ചേച്ചി തന്നെ ചെയ്യണമെന്ന് ആലോചിച്ച് കാസ്റ്റ് ചെയ്യപ്പെട്ട കഥാപാത്രം ഏതായിരിക്കും സാറിന്റെ? കുറേ ഉണ്ട്. അതിൽ പെട്ടെന്ന് ഇപ്പോൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളുടെ കാര്യം പറഞ്ഞു, മാധവമ്മ ആ ക്യാരക്ടർ ഞങ്ങളിങ്ങനെ കഥ ആലോചിക്കും ആദ്യം തീരുമാനിച്ച ലളിത ചേച്ചിയാണ്. കാരണം ചില കഥാപാത്രങ്ങൾക്ക് പകരം വയ്ക്കാൻ ആളില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഞാൻ നടൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ നടൻ എന്ന് പറഞ്ഞ ജയറാം അഭിനയിച്ച അതിൽ ഒരു നാടകക്കാരിയുടെ ക്യാരക്ടറുണ്ട്. അത് ത്രൂ ഔട്ട് ചേച്ചി ഉണ്ടായിരുന്ന ഒരു നല്ല ക്യാരക്ടറായിരുന്നു ചേച്ചിയുടെ. രാധാമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ചേച്ചി ഇല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം നാടകമായിട്ട് അത്രയും അനുഭവമുള്ള ഒരാളെന്ന് പറയുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ അത് ഞാൻ കഥ ചേച്ചിയോട് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നു. KPAC ലളിത എന്നാണ് പേരെങ്കിലും അത്ര ലളിതമല്ല ലളിത ചേച്ചിയുടെ അഭിനയവും ജീവിതവും ഒന്നും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ഇരിക്കൂ സാർ. ഓർമ്മയിലെന്നും
യാദൃശ്യമായിട്ട് ഇപ്പോ നാടകത്തെക്കുറിച്ചൊരു സിനിമ എടുക്കുമ്പോൾ ലളിത ചേച്ചി നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ആമുഖത്തിലും പറഞ്ഞു, KPSC പോലൊരു വലിയ നാടക ട്രൂപ്പിൽ നിന്നാണ് ലളിത ചേച്ചിയുടെ വരവ്. ഒരു നാടക നടനെയോ നടിയോ സംബന്ധിച്ചിടത്തോളം സിനിമ പോലെ ഒരു ക്ലോസ് ഷോട്ട് ഇല്ല, അതിന്റെ ഫേസിന്റെ ഒരു അത്രയും വലിയ എൻലാർജ്ഡ് വെർഷൻ ഇല്ല. ഉത്സവപ്പറമ്പിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാൾക്ക് വരെ അവരുടെ ഒരു എക്സ്പ്രഷൻ കാണണമെന്നുള്ളത് കൊണ്ട് അഭിനയത്തിന്റെ ഒരു അസ്വാഭാവികമായ അതിഭാവുകത്വം സ്വാഭാവികമായിട്ട് അവരങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ലളിത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ സിനിമയിൽ തന്നെ ഇത്തിരി എല്ലാവരും കയറ്റി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് തന്നെ വളരെ സ്വാഭാവികമായ ഒരു അഭിനയ ശൈലി കൈമുതലായിട്ടുള്ള ആളായിരുന്നു. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ ഞാൻ ചേച്ചിയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത്, ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ ചേച്ചി സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ്. മാത്രമല്ല ചേച്ചി നാടകത്തിൽ അഭിനയിച്ചതും കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതാണ് എനിക്ക് തമാശ. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞിട്ട് നാടകമുണ്ട്. അത് പിന്നീട് സേതുമാൻ സാർ സിനിമയാക്കി KPSCയുടെ. ആ നാടകം കൊടുങ്ങല്ലൂർ എൻ്റെ നാട്ടിൽ അവതരിപ്പിച്ചിരുന്നു ഒരിക്കലും. അപ്പം ഞാനന്ന് ഈ നാടകങ്ങൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കാണാൻ പോകുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒക്കെ തന്നെ ഞാൻ നാടകം കാണുമായിരുന്നു. അല്ല, ആ കാലഘട്ടത്തിൽ എന്റെ രൂപത്തിന് ആ നാടകമൊക്കെ വന്നാൽ എല്ലാവരും പോവും. അതൊരു ഇവന്റ് ആണ്, ഭയങ്കര. പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളൊക്കെ തന്നെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. KPSCയുടെ അവർ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നത് ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്ന നാടകത്തിൽ ചേച്ചി അഭിനയിച്ച ഓർമ്മയുണ്ട്. പക്ഷെ കഥാപാത്രത്തിന് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വളരെ ശ്രദ്ധേയമായൊരു വേഷമായിരുന്നു. അപ്പം അന്ന് ഞാനന്ന് സ്കൂൾ ക്ലാസ് 8ലോ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്താണ് അത് വന്നത്. അത് കഴിഞ്ഞിട്ട് അത് അധികം വൈകാതെ സിനിമയായി. സേതുമാൻ സാറാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ഉദയയുടെ പടമായിരുന്നു. കുഞ്ചാക്കോ നിർമ്മിച്ചിട്ട് സേതുമാൻ സാറ് സംവിധാനം ചെയ്ത് അത് സിനിമ വന്നു. നമ്മൾ ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, തങ്കഭസ്മക്കുറിയുടെ പാട്ടൊക്കെ ഉള്ള ആ സിനിമ. ആ സിനിമയിൽ ലളിത ചേച്ചി അഭിനയിച്ചിരുന്നു. അപ്പോൾ അതൊരു അനുഭവമാണ്. കാരണം നാടകത്തിൽ കണ്ട ആളെ സിനിമയിൽ കാണുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമല്ലേ. അപ്പോൾ ബാക്കി എല്ലാവരും സിനിമയിൽ വളരെ പ്രസിദ്ധരായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. പ്രേം നസീർ, ശാരദ, അങ്ങനെയുള്ളവരെല്ലാവരും. ലളിത ചേച്ചിയാണ് നാടകത്തിൽ അഭിനയിച്ച അതേ കഥാപാത്രത്തെ സിനിമയിലും അഭിനയിക്കുന്നത്. അത് ഞാൻ പിന്നീട് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, അന്ന് കുറേ സിനിമകളിൽ അങ്ങനെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് തോപ്പിൽ ബാസിയുടെ നാടകത്തിലുണ്ടാവും, സിനിമയിലുണ്ടാവും. പിന്നെ സേതുമാൻ സാർ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇപ്പോൾ യക്ഷി എന്ന് പറഞ്ഞ പടത്തിലുണ്ട്. അതിനുശേഷം അനുഭവങ്ങൾ പാളിച്ചകൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. കല്യാണി കളവാണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ചേച്ചിനെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ സിനിമയിലാണ്. അപ്പം ഞാൻ സേതുമാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, പഴയ കഥകൾ ഇങ്ങനെ ചോദിക്കും. നമ്മൾ പ്രധാന കാര്യം അതാണല്ലോ. ഇപ്പോൾ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ലളിത ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അതൊരു വലിയ അനുഭവവും സന്തോഷവും ഒക്കെയാണ്. ഇത് ഈ കഥകളായി എവിടെയെങ്കിലുമൊക്കെ പറയപ്പെട്ടില്ലെങ്കിൽ, റെക്കോർഡ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ കാലപ്രവാഹത്തിൽ ഇത് പതുക്കെ മിസ്സാവും. ഞങ്ങൾ ഈ പരിപാടി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സാറിനെ പോലുള്ള ആളുകൾ, ഇപ്പം നമ്മൾ അറിയാതെ ആണെങ്കിലും എത്ര മഹാരഥന്മാരുടെ പേരുകളാണ് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ്. അല്ല, അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിക്കും, ലളിത ചേച്ചിയെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, സേതുമാൻ സാർ, പിന്നെ PN മേനോൻ, അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും സംവിധായകർ എന്നുള്ള രീതിയിൽ അവരുടേതായ ശൈലിയുണ്ട്. ആ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട്, ഇവരിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് PN മേനോൻ പറയുന്നൊരു കാര്യമാണ്, ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്, ഓവറായിട്ട് അഭിനയിക്കും. പക്ഷെ ഇത്ര എന്താ പറയുക, സിനിമയും നാടകത്തെയും ബാലൻസ് ചെയ്തിട്ട് അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലളിത ചേച്ചി. പിന്നെ തിലകൻ ചേട്ടൻ, കൊട്ടാരക്കര ചേട്ടൻ, അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കൊട്ടാരക്കരയൊക്കെ. നമുക്കൊരിക്കലും ഓവറായിട്ട് ഒരു സിനിമയിലും തോന്നിയിട്ടില്ലല്ലോ. ചെമ്മീനിലേക്ക് തന്നെ നമ്മൾ കാണുമ്പോൾ തോന്നിയിട്ടില്ല അരനാഴിക നേരം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ അത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ പുറകിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമം, ക്യാമറയുടെ മുമ്പിൽ ഈ സൂക്ഷ്മമായിട്ടുള്ള അഭിനയം പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തും എന്നുള്ളൊരു തിരിച്ചറിവ്, അത് സ്വതസിദ്ധമായിട്ട് അവരുടേതായ അഭിനയ ശൈലി ഉള്ളതുകൊണ്ടും പിന്നെ അവരതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുള്ളത് കൊണ്ടാണ്. ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. കാരണം ചിലപ്പോൾ മനസ്സിലായാലും നമ്മളുടെ ഈ ശീലങ്ങൾ എന്ന് പറയുന്നത് മാറ്റാൻ വലിയ പാടാ.
നമ്മൾ ഒരു സ്വിച്ച് ഇടുന്നതാണെങ്കിലും ഒരു മൊബൈലിന്റെ കാര്യത്തിൽ പോലും ശീലം മാറ്റുക എന്ന് പറയുന്നത് ബ്രെയിനിന് ഏറ്റവും സ്ട്രെയിൻ വരുന്ന ഒരു ഒരു കാര്യം. സ്ഥലമാണ്. അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് അല്ല, അതൊക്കെ തന്നെ ആയിരിക്കാം. ലളിത ചേച്ചി നമ്മൾ പറയുമ്പോൾ മലയാള സിനിമയിൽ തന്നെ നാടകരംഗത്ത് നിന്ന് ഒരുപാട് പേര് സിനിമയിൽ വന്നിട്ട് സ്വാഭാവികമായ അഭിനയം കൊണ്ട് നമ്മൾ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഫീമെയിൽ എന്നുള്ള രീതിയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നാടകത്തിൽ നിന്ന് വന്നിട്ട് സ്വാഭാവിക അഭിനയം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ലളിത ചേച്ചി തന്നെയാണ്, യാതൊരു സംശയമില്ല. ലളിത ചേച്ചിയുടെ ഒരു ശൈലിയുണ്ട് സംഭാഷണത്തിൽ. നമുക്കറിയാലോ, നമുക്ക് ലളിത ചേച്ചിയുടെ മുഖം കാണേണ്ട കാര്യമില്ല, ആ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ തന്നെ ലളിത ചേച്ചിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും, ഇല്ലേ? അങ്ങനെ ഒരു മൂളലുണ്ടെങ്കിൽ പോലും അത് KPS ലളിതയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ആക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നാടകത്തിൽ നിന്നിട്ടുള്ളൊരു അനുഭവം സിനിമയിലേക്ക് അവർ പകർന്നാടിയപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ശിക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രമുഖരായ സംവിധായകരിൽ നിന്ന് തുടങ്ങിയതായിരിക്കും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ സേതുമാ സാറിൻ്റെ കാര്യം പറഞ്ഞത്. തോബിൽ ബാസി ഉണ്ട്, ഓഫ് കോഴ്സ്, അദ്ദേഹം ലളിത ചേച്ചിനെ സിനിമയിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. പക്ഷെ സേതുമാ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ മിക്കവാറും എല്ലാവരും ഈ പറയുന്ന ഒരു നാടകാഭിനയം എനിക്ക് വേണ്ട, സിനിമയെന്ന് പറയുന്നത് സ്വാഭാവിക അഭിനയമാണെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ എടുക്കാന്ന് പറയില്ലേ, അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ഒരു രീതി ലളിത ചേച്ചിക്ക് ഉണ്ടാവും. അതായിരിക്കാം ചേച്ചി അങ്ങനെ സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിലേക്ക് വന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞ മാതിരി PN മേനോനിൻ്റെയൊക്കെ ഒരു ശിക്ഷനായിട്ട് തന്നെയാണല്ലോ ഭരതേട്ടൻ വരുന്നത്. ഭരതേട്ടൻ്റെ സിനിമകളിലേക്ക് വരുമ്പോഴും ഭരതേട്ടനെ അഭിനയിപ്പിക്കുമ്പോഴും അവർ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു അപ്പുറത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംവിധായകനും നടിയും മാത്രമാണ്. അല്ലാതെ യാതൊരു നിലക്കും യാതൊരു പരിഗണനയും ലളിത ചേച്ചിക്ക് ഭരതേട്ടൻ കൊടുക്കാറില്ല. അപ്പം ഞാൻ ആദ്യം ലളിത ചേച്ചിയെ നേരിട്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല. ആരവം എന്ന് പറയുന്ന പടത്തിൻ്റെ അത് ബഹദൂർ നിർമ്മിച്ച പടമാണ്. നടൻ ബഹദൂർക്ക നിർമ്മിച്ചിട്ടുള്ള പടമാണത്. ബഹദൂർക്ക സാറിന്റെ നാട്ടുകാരനല്ലേ? എന്റെ ബന്ധുവും കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. മദ്രാസിലേക്ക് ഞാൻ ആദ്യം ചെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ആദ്യം ചെല്ലുന്നത് ബഹദൂറിന്റെ അടുത്താണ്. ഞാൻ അങ്ങനെ ബഹദൂറിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലളിത ചേച്ചിയും കലാമണ്ഡലം ക്ഷേമാവതി ഒക്കെ കൂടി ബഹദൂർ ഖാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ വരികയാണ്. അപ്പം ഞാനിങ്ങനെ അത്ഭുതത്തോട് നോക്കണം, KPS ലളിത. അങ്ങനെ ഞാൻ ഇടിച്ചു കയറി ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി വന്നേക്കണം. അന്ന് ആരോടും വർക്ക് ചെയ്തിട്ടില്ല, ബഹദൂറിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നെ വളരെ സ്നേഹത്തോടുകൂടി കുറേ നേരം വർത്താനം പറഞ്ഞ് ഞാൻ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതാണ് എൻ്റെ ആദ്യത്തെ പരിചയം എന്ന് പറഞ്ഞത്. അപ്പം അന്ന് ഭരതേട്ടനായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാനുള്ള ഒരു ആലോചന, അവർ തമ്മിൽ അടുപ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ഭരതേട്ടൻ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിഞ്ഞു. അതിന് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ലളിത ചേച്ചി ആ കാലം മുതൽ, പിന്നെ സാറിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി. PN മേനോൻ സാറിൻ്റെ കടമ്പ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളാണ്. അപ്പോൾ അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ലളിത ചേച്ചിയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, പല സംവിധായകരുടെ കൈകളിലൂടെയാണ് ഒരു നടിയോ നടനോ റിഫൈൻഡ് ആവുന്നത്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നതെന്നുള്ളത്. സംവിധായകർക്ക് എത്രമാത്രമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ്ഡ് ആയ നടനെയോ നടിയോ കിട്ടിയാലുള്ള സൗകര്യം? ഇപ്പോൾ ഒരു പുതിയ സംവിധായകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവരെപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. രണ്ടും പുതുതാകുക എന്ന് പറയുന്നത് തീർത്തും പുതിയൊരു സിനിമയായിരിക്കും. തിരിച്ച് കിട്ടാറുണ്ടോ? അവരെന്തെങ്കിലും ഒരു ശിക്ഷണം തരാറുണ്ടോ? അല്ല, ഞാൻ ആദ്യകാലത്തൊക്കെ പടം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. കാരണം പലപ്പോഴും നമുക്ക് തന്നെ ചിലപ്പോൾ ഇത് കറക്റ്റാണോ, അവരുടെ പെർഫോമൻസ് കറക്റ്റാണോ, അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് അവർ മാറുന്നുണ്ടോ എന്നുള്ളതിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആദ്യകാലത്തൊക്കെ നമുക്കും തോന്നുമല്ലോ. കാരണം ഇവരെ നമ്മൾ സ്ക്രീനിൽ പല വേഷങ്ങളിൽ അഭിനയിച്ച് കണ്ടിട്ടുള്ള ആണെങ്കിലും നമ്മുടെ ഒരു കഥാപാത്രമായിട്ട് ഇവർ മാറുമ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു പിക്ചർ കിട്ടുന്നത് തീർച്ചയായിട്ടും അവർ മേക്കപ്പ് ചെയ്ത് അവർ നമ്മുടെ മുമ്പിൽ ക്യാമറ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഓർക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നെടുമുടി വേണു, തിലകൻ ചേട്ടൻ, കൊടിയേറ്റൻ ഗോപിച്ചേട്ടൻ, ആ കാലഘട്ടത്തിൽ ഈ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാർ അവരുടെ ഒരു അനുഭവം കൂടി നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ലളിത ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ലളിത ചേച്ചി സ്ക്രീനിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന, നമുക്ക് ലളിത ചേച്ചിയെ പോലെ ഒന്നുള്ള ഒരു കലാകാരിയെ, ഒരു അഭിനേത്രിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു മലയാളിക്ക് ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒന്നിക്ക് ചാനൽ മാറ്റുമ്പോൾ കാണും, അല്ലെങ്കിൽ ശബ്ദമായിട്ട് എവിടെയെങ്കിലും കാണും. ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും. ലളിത ചേച്ചിയുടെ ഓർമ്മകളുമായി മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ലളിത ചേച്ചിയെക്കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത്
സുധി വാൽമീകത്തിലെ ജയൻ്റെ സുധിയുടെ എൻഗേജ്മെൻറ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. കാര്യം അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സിദ്ധാർത്ഥിന് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പം ചേച്ചിക്ക് എറണാകുളത്ത് വരേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ ആ സിനിമയിലെ അവസാന രംഗമാണ് അത്. അപ്പോൾ അത് ചേച്ചി വരാതെ അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി വരാതെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കൺഫ്യൂഷനായി ഷൂട്ടിംഗ് മാറ്റി വയ്ക്കാം എന്നൊക്കെ വെച്ചിരിക്കുന്ന ദിവസം നാളെ ഷൂട്ടിങ്ങാണ്, ഇന്ന് രാത്രി ചേച്ചി വിളിക്കുക. ചേച്ചി വിളിച്ചിട്ട് പറയുകയാണ് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ, മകൻ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, മറ്റേ ഡോക്ടേഴ്സാണല്ലോ. അപ്പോൾ ഞാൻ വരാം, നമ്മുടെ ഷൂട്ടിംഗ് നടക്കട്ടെ, എനിക്കൊരു വണ്ടി അയച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര സംശയത്തിലാണ് വണ്ടി അയക്കുന്നത്. അന്നും ഷൂട്ടിംഗ് നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ചേച്ചി വരുന്നെങ്കിൽ വരട്ടെ, അപ്പോൾ ചേച്ചിക്ക് ഒരു ചേഞ്ച് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആക്ടർ, അവരൊരു മനസാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ആ സീൻ ആക്ച്വലി ഒരു എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാൽ ആ ചേച്ചിയാണ് ആ സീൻ കുറേയൊക്കെ കൊറിയോഗ്രാഫി ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട്. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു സിദ്ധുവിൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് അവൻ ചോദിച്ച ചോദ്യമാണ്, ആ സിനിമയിൽ അത് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് വരല്ല മോതിരിടുക. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ചേച്ചി പറഞ്ഞ ഡയലോഗ്, അങ്ങനെ പറഞ്ഞ് ഡയലോഗ് ചേർത്തതാണത്. അപ്പം അതുപോലുള്ള കമ്മിറ്റ്മെൻറ്റ് എനിക്കറിയില്ല അത് എത്ര പേർക്കുണ്ടാവും. അതെനിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളായി സിനിമ അല്ലെങ്കിൽ അഭിനയം അതിൻ്റെ ഒരു തപസ്സിലൂടെ കടന്നുപോയ അവർക്കൊക്കെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇതിനിടയിൽ ഇപ്പം ശബ്ദം കൊണ്ടുള്ളൊരു അഭിനയത്തെക്കുറിച്ച് നമ്മൾ മോഡുലേഷനെ കുറിച്ച് പറഞ്ഞു. ലളിത ചേച്ചി ആ ഒരു മേഖലയിലും വലിയ അത്ഭുതമാണ്. ഇപ്പം ആരവ് എന്ന് പറയുന്ന സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം, എനിക്ക് തോന്നുന്നത് അതിന് തൊട്ടു പുറകെ തകര എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് അതിലെ അന്നത്തെ നായികയ്ക്ക് ഡബ് ചെയ്തത് ലളിത ചേച്ചിയാണ് അല്ലെ? അന്ന് കുറെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അതിനുവേണ്ടി വേറെ ശബ്ദങ്ങൾ? അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭരതേട്ടൻ ലളിത ചേച്ചിനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നത്. ആരവത്തിലെ ക്യാരക്ടറും ഇതേപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പ്രതാപോത്തൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട് കൊക്കരക്കോ എന്ന് പറഞ്ഞിട്ട്. കൊക്കരക്കോന്റെ പെയറായിട്ടാണ് ലളിത ചേച്ചി അഭിനയിച്ചതെന്നുള്ളതാണ്. ഒരു ഭയങ്കര ഗ്രാമീണ ഇതുള്ള അതാണ് ആരവം എന്ന് പറഞ്ഞ സിനിമ. അതിനുശേഷമാണ് തകര. മുക്കുറ്റി തിരുതാളിയൊക്കെ അത് തന്നെ കൂടി വേണം മെയിൻ റോൾ അഭിനയിച്ച പടമാണ് അത്. അല്ല പറയണം. അപ്പൊ ആ കാലത്ത് തന്നെ ചേച്ചി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരു ഓർമ്മയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, മതിലുകൾ എന്ന് പറയുന്ന സിനിമ. നാരായണി. അപ്പോൾ ബഷീറിന്റെ മതിലുകൾ വായിച്ച് ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. വായിച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ KPS ലളിത ഡബ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ലളിത ചേച്ചിന് അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വരികയല്ലേ, വിഷ്വൽ വരികയല്ലേ. അപ്പോൾ മതിലിന്റെ അപ്പുറത്ത് ലളിത ചേച്ചിനെ കാണുമ്പോൾ മുഖം കാണാത്ത ഒരു പെണ്ണ് എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ ബഷീർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടി അഭിനയിച്ച ബഷീർ മതിലിനപ്പുറത്താണ് മറ്റൊരു ജയിൽ തടവ് പുള്ളി ഉള്ളത്, ഇപ്പുറത്താണ് മമ്മൂക്ക ഉള്ളത്. അപ്പം ഇവര് തമ്മിൽ മുഖം കാണാതെയാണ് കഥയിലും സംസാരിച്ചിട്ടുള്ളത്. അത് ആ സിനിമയിൽ KPS ലളിത അഭിനയിച്ചിട്ടേ ഇല്ല, അവരെ മുഖം വരുന്നേ ഇല്ല. അങ്ങനെ തന്നെയാണ് ബഷീർ, വൈക്കം ബഷീറിന്റെ കഥയിലുള്ളത്. ആ കഥയിലും നാരായണിയുടെ മുഖം അറിയുന്നില്ല, ഈ ബഷീർ കാണുന്നില്ല, അറിയുന്നില്ല, സങ്കല്പിക്കുകയാണ്. അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സങ്കല്പിച്ചിട്ടാണ് ബഷീർ ആ കഥ എഴുതിയിട്ടുള്ളത്. സിനിമയിലേക്ക് വന്നപ്പോൾ അടൂർ സാർ എന്തുകൊണ്ട് KPS ലളിതയെ ഡബ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് സംശയം എനിക്ക് ആ സിനിമ കാണുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അടൂർ സാറായിട്ട് അടുപ്പതിന് ശേഷം ഞാൻ സാറിനോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, സാർ എന്തുകൊണ്ടാണ് ലളിത ചേച്ചിനെ, അപ്പം ഞങ്ങളൊക്കെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് KPS ലളിതനെ അപ്പുറത്ത് കാണാം, അപ്പോൾ അത് ഒരു സുഖമില്ലായ്മ ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. കാരണം ലളിത ചേച്ചി അതിമനോഹരമായി ഡബ് ചെയ്തിട്ടുണ്ട്. ആ ശബ്ദം നമ്മളിങ്ങനെ എന്താ പറയുക, മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ്. ഈ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇതിന്റെ ഉത്തരം സത്യത്തിൽ അങ്ങനെ ഒരു ഉത്തരം അടൂർ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയില്ല, അത് ഇപ്പോഴാണ് കേൾക്കാം. അതെന്താ വെച്ചാൽ സാറ് എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ വെച്ചാൽ കമലിന് KPS ലളിത അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സിനിമ എടുക്കുന്നത്, മനസ്സിലായി, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ലളിതയുടെ ശബ്ദം അറിയില്ല. ഇത്രയും മനോഹരമായൊരു ശബ്ദം ഈ കൃത്യമായ മോഡുലേഷനിൽ പറയാൻ പറ്റുന്ന ഈ വൈക്കം ബഷീറിൻ്റെ നാരായണി, എൻ്റെ സിനിമയിലെ നാരായണിയെ അതേ മോഡുലേഷനിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു ശബ്ദം എനിക്ക് വേറെ കിട്ടിയില്ല. ഞാൻ 10-12 ശബ്ദങ്ങളെ പരീക്ഷിച്ചിട്ട് അവസാനം ലളിതയിൽ എത്തുകയായിരുന്നു എന്നാണ് അടൂർ സാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ലളിതയെ പോലൊരു ശബ്ദം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് ഇൻ്റർനാഷണൽ വേദികളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ മതിലുകൾ പ്രദർശിപ്പിച്ചല്ലോ, അവിടെയൊക്കെ തന്നെ വിദേശത്ത് നിന്ന് സിനിമ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ ശബ്ദം വല്ലാതെ നമ്മൾ വശീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഭാഷ അറിയാതെ പോലും, അവർക്ക് മലയാളം അറിയില്ല, പക്ഷെ ആ ശബ്ദത്തിൻ്റെ ഒരു മാസ്മരികത കൊണ്ട്
അവരെ ആ കഥാപാത്രത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതില് ഒരുപാടുണ്ട്. ഒന്ന് പ്രണയമുണ്ട്, പിന്നെ ഇവര് ഞാനത്ര സുന്ദരിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം നിഷ്കളങ്കതയുണ്ട്, വലുതാണ്. കാരണം എങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുടർച്ചയിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടിയാൽ ആ കണ്ടുമുട്ടലിൽ എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ഒക്കെ വെറും ആ ശബ്ദത്തിലുണ്ട്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ട് പോലും അതൊന്നും ഭാവിക്കാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കൗതുകവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ശബ്ദത്തിലുണ്ടെന്നുള്ളതാണ്. അതുണ്ട്. അതുമല്ല, എനിക്കൊന്ന് ഈ നാടകത്തിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഡാൻസിൽ നിന്നും വരുന്ന പല അഭിനേത്രികൾക്കും അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ശീലത്തിന്റെ ഭാഗമാണ്. ചിലവര് എന്താന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ വരും, കൈയൊക്കെ ഒരു ഡാൻസ് ഉണ്ടാവും, പോകൂ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ വരും. ലളിത ചേച്ചി അത്യാവശ്യം ഡാൻസും അറിയാവുന്ന ആളാണെങ്കിലും ലളിത ചേച്ചി നിൽക്കുമ്പോഴോ, അതായത് നമ്മള് അഭിനയത്തിൽ ശരീരഭാഷ എന്ന് പറയുന്ന ഒരു ഏരിയയില് ലെവലേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ സാറിനെ പോലെ ഒരു സംവിധായകൻ ഇപ്പം സിനിമയില് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പണ്ടേ വിദേശത്തുണ്ടെന്ന് തോന്നുന്നു, ഇവിടെ വന്നിട്ടുണ്ട്. കാരണം കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്ത ശേഷം അതിനിണങ്ങുന്ന മുഖങ്ങൾ, ആളുകൾ, കലാകാരന്മാരെയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമകരമായ ജോലിയുണ്ട്. പക്ഷെ ഒരു അല്പം മുമ്പ് വരെ പേനെടുത്ത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ അത് അഭിനയിക്കാനുള്ള നടിയോ നടനോ ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ വരുമായിരുന്നു. അങ്ങനെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെയൊക്കെ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പം ഇരുന്ന് പറയുമ്പോഴും. സാറിന് അത് തോന്നിയിട്ടുണ്ടോ? ഒരു എഴുത്ത് തുടങ്ങാൻ നിൽക്കുമ്പം ചില ആളുകൾക്ക് എങ്ങനെയാണ് പകരം വെക്കുന്നത്? അങ്ങനെ ഒരാൾ ഇപ്പോഴും വരുന്നുണ്ടോ മനസ്സിൽ? നമ്മൾ എഴുതുമ്പോൾ ഇവരുടെ ഇല്ലായ്മകള് അല്ല, അതുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ കുറേ വർഷമായിട്ട് സിനിമയിൽ ഇവരുടെ കൂടെയൊക്കെ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ശീലം വെച്ചിട്ട് നമുക്കൊക്കെ അത് തോന്നും. കാരണം ഈ കഥാപാത്രം ഇന്നയാൾ ചെയ്താൽ നന്നാകുമായിരുന്നു, അവരിപ്പില്ലല്ലോ, നമ്മളെ വിട്ടുപോയല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ ജനറേഷനെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമല്ല. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ KPS ലളിത ഒരു ക്യാരക്ടർ അഭിനയിക്കണമെന്നോ, നെടുമുടി വേണു അല്ലെങ്കിൽ തിലകൻ ഒരു കഥാപാത്രത്തെ അതുപോലത്തെ ഒരാളെ അഭിനയിപ്പിക്കണമെന്ന് ഇപ്പോഴത്തെ ഒരു യങ് ഡയറക്ടർക്കോ റൈറ്റർക്കോ അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരിപ്പോഴത്തെ കാലത്തെ കഥയാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും സിനിമയുടെ അഭിനയ രീതി തന്നെ മാറിയല്ലോ. ഇപ്പോൾ ഒരു ബിഹേവിയർ പാറ്റേണിലുള്ള അഭിനയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് സംസാരിച്ച് പോകുന്ന ഒരാൾ അതല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട്, നാച്ചുറൽ മീൻസ് ഓരോ കാലഘട്ടത്തിലും നാച്ചുറൽ ആയിട്ട് ഓരോ കാലഘട്ടത്തിലും നാച്ചുറല് വേറെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലല്ലോ ഒരു 25 കൊല്ലം മുമ്പ് ഒരു കഥാപാത്രത്തിന് ഉണ്ടാവേണ്ടത്. ഇപ്പൊ നേരത്തെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞല്ലോ. ലളിത ചേച്ചിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് ആണ് ചേച്ചി. അത് ചേച്ചി കണ്ടു മനസ്സിലാക്കിയ, അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുടെ ബോഡി ലാംഗ്വേജാണ്, അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ബോഡി ലാംഗ്വേജാണ്. ഇന്നത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബോഡി ലാംഗ്വേജ് തന്നെ വേറെയല്ലേ. അത് നമുക്കിപ്പോൾ ഒരു പഴയ ആക്ടറെ കൊണ്ട് ചെയ്യിക്കാനും പാടാണ്. അപ്പോൾ അത് പുതിയ കാലത്ത് അല്ലെങ്കിൽ അത് മുളച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ബോഡി ലാംഗ്വേജ് ആയാലും ഭാവാഭിനയം ആയാലും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ ജനറേഷന് ഇപ്പോൾ ഒരു ആക്ടറെ കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ ഒരു കാസ്റ്റിംഗ് ടീമിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പണ്ട് നാടകം കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല. ഇപ്പോൾ നാടകം ഇപ്പോഴും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു പരീക്ഷണ നാടകങ്ങളും അതിലേക്ക് താല്പര്യമുള്ള ചെറുപ്പക്കാർ സംവിധായകരായിട്ടുള്ള എനിക്കറിയില്ല, അധികം കാണാറില്ല നമ്മൾ. അപ്പോൾ സിനിമ വേറെ രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. അല്ല, അതിലേക്ക് താല്പര്യമുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ പലരും എനിക്ക് വലിയ അഭിനയമോഹമാണ്, എനിക്ക് സിനിമാ മോഹമാണെന്ന് പറയുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ടല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവർക്കുള്ളത് അഭിനയമോഹമല്ല, ഇതിന് ശേഷമുണ്ടാകുന്ന ഒരു പണം, പ്രശസ്തി, ആ റിസൾട്ടിനോടുള്ള മോഹമായിട്ട് തോന്നിയിട്ടുണ്ട്. അഭിനയ മോഹമുള്ള ഒരാളോട് നാടകത്തിൽ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെയാണ്. സാറിന്റെ ബാച്ചിൽപ്പെട്ട ഒരു വട്ടം സംവിധായകരുടെ ഈ മഹാപ്രതിഭകളോടുള്ള ഒരു അസോസിയേഷനെ പറ്റി ഇനി നമ്മളോടൊപ്പം സത്യൻ സാർ വീഡിയോ കോളിൽ ചേരുകയാണ്. ഒന്ന് കാണാം. ലളിത ചേച്ചി എൻ്റെ സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു. എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ലളിത ചേച്ചി, മാമുക്കോയ, ഇന്നസെന്റ്, ഇവരൊന്നും ഇല്ലാത്ത പടങ്ങളെ പറ്റി പലപ്പോഴും ഞാൻ ആലോചിക്കാറില്ല. ചേച്ചി എന്നെ പറഞ്ഞിട്ടുള്ളത് ഭരതേട്ടനൊക്കെ കൂടുതൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ള എൻ്റെ സിനിമകളാണെന്നാണ്. എനിക്ക് ഒരു വൈകാരികമായിട്ട് തോന്നുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് 2 തവണ അഭിനയം നിർത്തിപ്പോയിട്ടും ചേച്ചിയെ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആദ്യം ഭരതേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇനി സിനിമാ രംഗത്തേക്കില്ല, കുടുംബജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ചേച്ചി പിന്മാറിയ സമയത്ത് അന്ന് ഞാൻ അടുത്തടുത്തൊരു സിനിമ പ്ലാൻ ചെയ്തു. അന്ന് അത് തിലകനും ചേച്ചിയും
സുകുമാരി ചേച്ചിയും കരമനയും അങ്ങനെ 4 പേരുടെ ഒരു ടീമാണ് ആ പടത്തിലുണ്ടായിരുന്നത്. ആദ്യകാലത്താണ്. അപ്പം ലളിതേച്ചി സിനിമയിൽ അഭിനയിക്കുന്നില്ല. അപ്പോൾ ഞാൻ ജോൺ പോളിൻ്റെ അടുത്ത് പറഞ്ഞു, ഭരതേട്ടനെ സ്വാധീനിച്ചിട്ട് നമുക്ക് അത് സാധിക്കാം, ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കുമെന്ന് പറഞ്ഞ് വരുത്താൻ പറ്റുമോ? അങ്ങനെ ഭരതേട്ടൻ നിർബന്ധിച്ചിട്ടാണ് അടുത്തടുത്ത് എന്നുള്ള സിനിമയിൽ ചേച്ചി വന്നത്. പിന്നെ തുടർച്ചയായിട്ട് ചേച്ചി അഭിനയിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ തീവ്രമായൊരു ദുഃഖത്തോടു കൂടിയിട്ടാണ് ഭരതേട്ടൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വീണ്ടും ചില വീട്ടുകാരംഗം എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ തിലകനും ലളിത ചേച്ചിയും വളരെ മസ്റ്റാണ്. അവരില്ലെങ്കിൽ എനിക്ക് ആ സിനിമ ആലോചിക്കാൻ വയ്യ. അപ്പോൾ ചേച്ചി വരുന്നില്ല, ഞാൻ വിളിച്ചു നോക്കി വരുന്നില്ല എന്ന് പറഞ്ഞു. സത്യ, എനിക്ക് അവിടെ നിന്ന് വന്നാൽ ഭരതേൻ്റെ കൂട്ടുകാരെയൊക്കെ കാണേണ്ടി വരും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ചേച്ചി വളരെ വിഷമത്തോടു കൂടി മാറി നിൽക്കുകയായിരുന്നു. അന്ന് PV ഗംഗാധരനും ഞാനും കൂടിയിട്ട് ശ്രീകുട്ടീനെയും സിദ്ധാർത്ഥ ഭരതനെയും, അവർ കുട്ടികളാണ്, അവരെ സ്വാധീനിച്ചിട്ട് അവരുടെ നിർബന്ധത്തോടു കൂടിയിട്ടാണ് ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൂടെ അഭിനയ രംഗത്തേക്ക് വരാൻ സാധിച്ചത്. അത് പലപ്പോഴും ചേച്ചി ചില വേദികളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു സിനിമ, ഞാൻ പുതിയ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എഴുത്തിലാണ്. അപ്പോൾ ഒരു വലിയ പ്രശ്നം ഈ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾ തെളിയുന്നില്ല എന്നുള്ളതാണ്. അതായത് സെൻട്രൽ ക്യാരക്ടേഴ്സ് കഴിഞ്ഞപ്പോൾ മോഹൻലാലാണ് അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത്. മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ നായികയുടെ കഴിഞ്ഞാൽ മറ്റ് കഥാപാത്രങ്ങളെ പറ്റി എഴുതുമ്പോൾ പണ്ടാണെങ്കിൽ ഇത് ലളിത ചേച്ചി, ഇത് ഇന്നസെൻ്റ്, ഇത് ഒടുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മുഖങ്ങൾ കാണുമായിരുന്നു എഴുതുന്നതിന് മുമ്പ്. ഇപ്പോൾ അങ്ങനെ ഒരു മുഖങ്ങൾ കാണാൻ പറ്റാതായ ഒരു സങ്കടമുണ്ട്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ലളിത ചേച്ചി, അതായത് എനിക്കൊന്നും സത്യൻ സാറ് ചെയ്ത, ലളിത ചേച്ചി ജീവിച്ചിരുന്നോളം കാലം സത്യൻ സാറ് ചെയ്ത എല്ലാ സിനിമകളിലും ലളിത ചേച്ചിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. വേറൊരു വലിയ കൗതുകം, ഈ പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, അക്കരെ അക്കരെ എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ ഒരു ഡബിൾ റോൾ ഉള്ളത് ആകെ ലളിത ചേച്ചിക്ക് മാത്രമാണ്. നാടോടിക്കാറ്റും പട്ടണപ്രവേശവും സത്യൻ സാറും, അക്കരെ അക്കരെ പ്രിയദർശൻ സാറുമാണ് ചെയ്തതെങ്കിലും അക്കരെ അക്കരയിൽ വേണുചേട്ടൻ്റെ ഭാര്യയായിട്ടുമുണ്ട്, ഇവിടെ അംബിക ചേച്ചിയുടെ അമ്മയായിട്ടുമുണ്ട്. അത്രയധികം അവിഭാജ്യമായ ഒരു മുഖമാണ് ഇവർ. ഞാൻ നേരത്തെ ആദർശ്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചു, എഴുതുമ്പം മുഖം ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത്. തിരിച്ചു വന്നാൽ കമൽ സാറ് ഭരതൻ സാറിൻ്റെ ശിഷ്യനാണ്. ഒരുപക്ഷെ ഒരു ഗുരുദക്ഷിണ എന്നൊക്കെ ഉള്ളൊരു റൂട്ടിലാണോ നമ്മൾ എന്ന് പറയുന്ന പടം സംവിധാനം ചെയ്യുമ്പം സിദ്ധാർത്ഥനെ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്? ഗുരുദക്ഷിണ എന്ന് പറയാൻ പറ്റൂല. കാരണം അന്ന് സിദ്ധാർത്ഥൻ അഭിനയിക്കാനായിട്ട് താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല. സിദ്ധാർത്ഥന് സംവിധാനമാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ. അതും ക്ലിയർ ആയിരുന്നില്ല. എന്നോടൊരിക്കലും സിദ്ധാർത്ഥനോ അല്ലെങ്കിൽ ലളിത ചേച്ചിയോ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു കല്യാണത്തിൻ്റെ, അത് ശ്രീകുട്ടിയുടെ ആണോ ആരെയാണെന്ന് അറിയില്ല, ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവൻ ഇങ്ങനെ സിദ്ധാർത്ഥ വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളതിൻ്റെ കഥാ ഡിസ്കഷൻ നടക്കുക. കലൂർ രവികുമാറാണ് അത് എഴുതിയത്. അപ്പോൾ രവിയും ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രധാന കഥാപാത്രം ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഭരതേട്ടൻ്റെ മോൻ, ലളിത ചേച്ചിയുടെ മോനെ ആലോചിച്ചാലോ എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നി അവന് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അറിയോ എന്നൊക്കെ തന്നെ ഉണ്ടല്ലോ, കാരണം താല്പര്യം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ലളിത ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ചേച്ചി ആദ്യം ചിരിച്ചു. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി സെൻട്രൽ ക്യാരക്ടറാണ്, അതിലെ മെയിൻ ഹീറോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത്. എടാ എന്നോട് ചോദിച്ചു, കമല അവനെ അഭിനയിക്കുമോ, അത്രയൊക്കെ വലിയ റോൾ അഭിനയിക്കുമോ, അവനെ പിടിച്ചാൽ കിട്ടുമോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ലളിത ചേച്ചി അന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പിടിച്ചാൽ കിട്ടുന്ന കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അല്ല അങ്ങനെയല്ല, അവൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട് പോയാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടാന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം നേരിട്ടൊന്ന് വിളിച്ച് കമല എന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവനെ സംസാരിച്ചു. അവന് താല്പര്യം ഉണ്ടെന്നുള്ള അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ തൃശ്ശൂർ, ഞാനും ഡേവിഡ് കാച്ചപ്പള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഡേവിഡ് കാച്ചപ്പള്ളിയും കലൂർ രവികുമാരൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുമ്പോൾ വന്നു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് സിദ്ധുവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന്. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് അഭിനയിക്കുക. അപ്പോൾ ഇടക്കിടക്ക് ചേച്ചി എൻ്റെ അടുത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമായിരുന്നു, അല്ല വലിയ റോളല്ലേ? ഞാൻ പറഞ്ഞു, വലിയ റോൾ, അവർ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം, അത്യാവശ്യം ഒരു ഫൈറ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീനുണ്ട്. അങ്ങനെ എന്നൊന്ന് ട്രെയിൻ ചെയ്യിച്ച് എടുപ്പിക്കണോട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ട്രെയിൻ ചെയ്യൊന്നും വേണ്ട ചേച്ചി, അവൻ റോ ആയിട്ട് ഇങ്ങ് വന്നാൽ മതി, അവൻ്റെ ഫ്രീഡത്തോടുകൂടി അവനെ അഭിനയിക്കട്ടെ, അത് ശരിയായിക്കോളും എന്നുള്ളൊരു എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. നമുക്കൊക്കെ ലളിത ചേച്ചി എന്ന് പറയുന്ന ഒരു വലിയ അഭിനേത്രിയായിട്ട് നിൽക്കുന്നെങ്കിൽ ലളിത ചേച്ചിയെക്കുറിച്ച് വളരെ വ്യക്തിപരമായി പറയാൻ അധികാരമുള്ള, പറയാൻ സാധിക്കുന്ന, നേരത്തെ ഈ പറഞ്ഞ പോലെ അവനിടയിൽ ഇട്ടിട്ട് പോയ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ നമ്മളോടൊപ്പം
ഇപ്പോൾ എത്തേണ്ടത് മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇപ്പം സംവിധായകനാണ്, അഭിനേതാവാണ്. മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വരുന്ന എല്ലാ ചിത്രങ്ങളിലും മികച്ച വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറി. സംവിധായകനായി നമുക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാം. ഹൃദയപൂർവ്വം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സിദ്ധാർത്ഥ് ഭരതൻ. ഇപ്പൊ എത്തുന്നതിന് മുമ്പ് കമൽ സാറ് പറയായിരുന്നു, മകനെ സിനിമയിലേക്ക് വിളിച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ ലളിത ചേച്ചി പറഞ്ഞു എന്ന്. വിളിച്ചോളൂ, എന്റെ ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വം തന്നെത്താനാണ്, ഇടയിൽ ഇട്ടിട്ട് പോകുന്നുള്ള കാര്യങ്ങളിലൊന്നും ഉത്തരവാദിത്വം ഇല്ലാന്ന് ഞാൻ അതുമായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ ബ്രഹ്മയുഗം സിനിമയില് അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ളൊരു പ്രധാന പക്ഷെ വന്നാൽ പിന്നെ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞുള്ള ലോക്കൽ പിടിച്ച് നിർത്തിയേക്കുന്ന, വേറെ ആരും റിസ്ക് എടുക്കാൻ റെഡിയല്ല. എന്തായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്? അതിപ്പോ എന്നെ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം. ലളിത ചേച്ചിയെ പറ്റി പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരുപാട് സിനിമകളിൽ കഥ പറയുന്ന ഒരു സ്ഥലം വന്നാൽ, ഒരു സിനിമയിൽ ഒരു കഥ പറയേണ്ടുന്നത് വന്നാൽ, എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴില് നാഗവല്ലിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥ ലളിത ചേച്ചിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഉറുമി സിനിമയിൽ പറഞ്ഞു കൊടുക്കുന്നത് ലളിത ചേച്ചിയാണ് അതേക്കുറിച്ച് കഥ പറയുന്നത്. ആദം ജോൺ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പം കഥ പറയുന്നത് ലളിത ചേച്ചിയാണ്. ലളിത ചേച്ചിയുടെ ഒരു കഥ പറച്ചില് അതിഗംഭീരമാണ്. അപ്പം സിദ്ധാർത്ഥന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അച്ഛൻ തിരക്കുള്ള സംവിധായകൻ, അമ്മ തിരക്കുള്ള നടി. നിങ്ങളുടെ ഒരു ഫാമിലി ടൈമിൽ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു കഥ പറച്ച് തരലുകളോ അങ്ങനെയൊക്കെ ഉള്ളൊരു ബാല്യം ഉണ്ടോ? ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കഥ പറച്ചില് ഉണ്ടാവില്ല, പക്ഷെ ഫാമിലി ടൈം ഉണ്ടാവും. അതിൽ ഇന്ററാക്ഷനിൽ മിക്കതും ബാക്കിയുള്ളവരുടെ കഥകളൊക്കെ, റിലേറ്റീവ്സിന്റെ കഥയും മറ്റേ കഥകളൊക്കെ. അല്ലാതെ ഒരു കഥ പറയാനായിട്ട് മറ്റേ ഇങ്ങനെ മല താണ്ടി വന്നു അങ്ങനെ ഒന്നും ഒരു ഫാന്റസി സ്റ്റോറി ടെല്ലിംഗ് ഒന്നുമില്ല. ഈ നമ്മൾ ചെറിയ കുട്ടികളോട് ചോദിക്കും, അച്ഛൻ കുട്ടിയാണോ അമ്മക്കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ തന്നെ കമൽ സാറ് പറഞ്ഞു ആ സമയത്ത് ഡയറക്ഷനാണ് താല്പര്യം, പിന്നെ ഞാൻ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അഭിനയമുണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ സിദ്ധു നന്നായിട്ട് അഭിനയിച്ചാൽ അപ്പൊ പറയും ലളിത ചേച്ചിയുടെ മകനായതുകൊണ്ടാന്ന് പറയും. പടം നന്നാകാൻ അപ്പൊ തന്നെ ഭരതന്റെ മകനായതുകൊണ്ടാണെന്ന് പറയും. ഇത് രണ്ടും ഒപ്പം എന്നുള്ളൊരു ഉത്തരം വളരെ എളുപ്പത്തിൽ പറയാമെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ ഏത് പ്രദേശത്താണ് കൂടുതൽ കയറി കിടക്കുന്നത്? അല്ല, അപ്പോഴും ഞാൻ ബയസ്ഡ് ആവില്ലേ, അച്ഛനോടോ അമ്മയോടോ ആവില്ലേ. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഞാൻ ഉണ്ടായത്. അതിനെ അങ്ങനെ തന്നെ രണ്ട് രീതിയിൽ തന്നെ ഒരു മിക്സ് ആയിട്ട് കണ്ടാൽ മതി. ആദ്യകാലത്ത് അതിന്റെ ഭാരം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അയ്യോ, ഇതൊരു ഭാരമാണ്. അഭിനയത്തെക്കാട്ടിലും കൂടുതൽ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഫേസ് ചെയ്തിട്ടുള്ളത്. പടമൊക്കെ ചെയ്യുവോ, അച്ഛൻ അത്രയൊക്കെ ചെയ്യുവോ? അത് ചെറിയ ഉത്തരവാദിത്വമല്ല, തിരിച്ചേ പറയാൻ പറ്റുള്ളൂ. അഭിനയത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഡയറക്ടറാണ് എന്ന് പറയാം, ഡയറക്ഷനെ പറ്റി പറഞ്ഞാൽ ഞാൻ ആക്ടറാണെന്ന് പറയാം. അങ്ങനെ ഒരു സ്കോപ്പുള്ളതല്ലാണ്ട് മറ്റൊന്ന് പറയാൻ പറ്റില്ല. ഒരു ചോദ്യം, സംവിധാനം ചെയ്ത സിനിമയില് അമ്മയുണ്ട്. ലളിത ചേച്ചി എന്ന് പറഞ്ഞാല് ഭർത്താവ് സംവിധാനം ചെയ്തിട്ടുണ്ട്, മകൻ സംവിധാനം ചെയ്തിട്ടുണ്ട്, ശിഷ്യൻ മകനെ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഭരതേട്ടന്റെ ശിഷ്യൻ മകനെയും അമ്മയും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇങ്ങനെ ഒരു വെബാണ്, ഒരു വെബ് കിടക്കാണ് ഈ കോമ്പിനേഷനുകള്. സംവിധാന സമയത്ത് അമ്മയുടെ ഒരു നിലപാട് എന്തായിരുന്നു? നടിയും സംവിധായകനും തന്നെ ആയിരുന്നോ, ഇടയ്ക്കെങ്കിലും അമ്മയായോ? അല്ല, നടിയും സംവിധായകനും ആണ് അവിടെ. അത് അമ്മ തന്നെ കൊണ്ടുവന്ന ഒരു പ്രൊഫഷണലിസമാണ്. മറ്റേ ഈ സെന്റി അടിക്കാനോ അല്ലെങ്കിൽ അത്തരം പ്രൊഫഷണൽ പേഴ്സണൽ സാധനം കൊണ്ടുവരാതെ എങ്ങനെ ചെയ്യാവുന്ന. അപ്പൊ ഈ പേഴ്സണൽ സാധനത്തില് കമൽ സാറൊക്കെ ആയിരിക്കും അത് ഒരു ഇത് കൊണ്ടുവന്ന അമ്മയില്. അമ്മ ഈ മറ്റേ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പുരുകൊട്ടും നടക്കില്ല, എടുത്തോണ്ട് പോടാ. അല്ല, അത് മാത്രമല്ല, അതിന് കാരണമുണ്ട്. ചേച്ചിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് ടേക്ക് ഞങ്ങൾക്കും ഓക്കെ ആയിരിക്കും. ഏത് ഡയറക്ടർ ആയിരിക്കും ചേച്ചിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരിക്കും. ഡയലോഗ് എങ്ങാനും തെറ്റുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അതും പൂർവ്വമായിട്ട് മാത്രമേ ഉള്ളൂ. അല്ല, അത്ര അടുത്ത് ഇടപഴകുന്ന ഒരാൾക്ക് ഒരു അഭിനേതാവ് എത്ര ക്യാരക്ടറായി മാറിയാലും അതിനകത്തുനിന്ന് ആ ആളെ എക്സ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ നമ്മള് കണ്ടുകൊണ്ടിരിക്കും. അതൊരു പ്രശ്നമല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിപ്പോ എങ്ങനെയാണ് അമ്മ, ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു അമ്മ ഈ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് ആണെന്ന്. ഞാനും അമേച്ചറായിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ ആദ്യത്തെ ഈ 1-2 ടേക്ക് കഴിഞ്ഞ് വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു പൊട്ടലുണ്ടായി. അമ്മ പറയണ അതിനെ പറഞ്ഞാണ്, നീ എത്ര വേണമെങ്കിലും റിഹേഴ്സൽ ചെയ്യും,
10-15 റിഹേഴ്സൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അതൊരു ആദ്യത്തെ ഒരു ഗ്ലിച്ചായിരുന്നു, ഒരു ഹിക്കപ്പായിരുന്നു അമ്മേനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ. പക്ഷെ പിന്നെ അത് ഒരു ഭയങ്കര ഇൻസൈറ്റും കൂടെയാണ് തന്നത്. ഈ റിഹേഴ്സൽ ചെയ്ത് നമ്മൾ ആ ടേക്കിലേക്ക് പോകുമ്പോൾ അത് എല്ലാ സൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ടാണ്. ബിക്കോസ് ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കമൽ സാറിൻ്റെ കൂടെയൊക്കെ തുടങ്ങുമ്പോഴൊക്കെ ഇതുണ്ടായിരുന്നു. നമ്മളിലൊക്കെ ഈ ഓരോ സീൻ ചെയ്യുമ്പോൾ റിഹേഴ്സൽ ചെയ്ത് വന്ന് നിൽക്കുന്ന സ്ഥലം, പറയുന്ന മൊമെന്റ്, ട്രാക്കിനാവുന്ന സാധനം എല്ലാം സിങ്കായിട്ടാണ് ഒരു ടേക്കിലേക്ക് പോണത്. പക്ഷെ ഞാൻ നിദ്രയും ചന്ദ്രേട്ടനൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഡിജിറ്റൽ സിനിമയിലേക്ക് മാറിയപ്പോഴത്തേക്കും റിഹേഴ്സലിന്റെ സ്പേസ് ഒക്കെ ടേക്കിന് തന്നെയാണ്. ടേക്കിൽ തന്നെയാണ് റിഹേഴ്സലൊക്കെ. ഫിലിമില്ലല്ലോ, പണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫിലിം വളരെ കോസ്റ്റ്ലി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് റിഹേഴ്സൽ മാക്സിമം ചെയ്തിട്ടാണ് ടേക്കിലേക്ക് പോവുള്ളൂ. എക്സ്പോസ് ചെയ്യുന്നത് വളരെ എക്സ്പോസ് ചെയ്യുന്ന ലിമിറ്റഡ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ആക്ടറെ സംബന്ധിച്ചോളം കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. കാരണം കാര്യങ്ങളെ കുറിച്ച് തറവായതിനു ശേഷം മറ്റേ ഉടനെ ടേക്ക് എന്ന് പറയുമ്പോൾ ഇവരും പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല. കൂടെ അഭിനയിക്കുന്ന 4-5 ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരൊന്നും പ്രിപ്പയർഡ് ആവില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ ടെക് സൈഡും എല്ലാം ഇല്ല, ക്യാമറയും ഇവരൊക്കെ. പിന്നെ ഇതൊരു 7ാമത്തെ ടേക്കോ 8ാമത്തെ ടേക്ക് ആകുമ്പോൾ അത്ര റിഹേഴ്സൽ കഴിഞ്ഞു 9ാമത്തെ ടേക്ക് എടുക്കാന്ന്. ഇവര് ചെറുപ്പത്തിലൊക്കെ വീട്ടില് നമ്മൾ പറഞ്ഞല്ലോ ഫാമിലി ടൈം ഉണ്ടാവും, അപ്പം മറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്ന പറയുന്നത് സിനിമയെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു വീട്ടില്. സിനിമയാണോ പ്രധാന വിഷയം? ഒരു മെയിൻ ഡിസ്കഷൻ പോയിന്റ് ടോപ്പിക് സിനിമയായിരിക്കും. അതായത് അച്ഛൻ ചെയ്യുന്ന അപ്പോഴത്തെ സിനിമ, ഇല്ലെങ്കിൽ പിന്നീട് ആലോചിക്കുന്ന സിനിമ. അമ്മ അപ്പൊ അണ്ടർഗോ ചെയ്തപ്പോ മേ ബി ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവാം, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസസ് പറയുന്നുണ്ടാവും. അവിടെ ഇന്നച്ചനെയോ വേണുങ്ങളിനെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതുവഴി കണക്ട് ചെയ്ത് അത് വേറെ കഥകളിലേക്കൊക്കെ പോകും. അങ്ങനെ ബേസിക്കലി സിനിമയായിരിക്കും മെയിൻ ടോപ്പിക്. ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏതെങ്കിലും നാട്ടിലെ കഥകളോ അങ്ങനെ അത് തന്നെയായിരിക്കും. ബാല്യം അച്ഛന്റെ ഏതൊക്കെ സിനിമകളിൽ സെറ്റിൽ പോയതായിട്ടുള്ള ഓർമ്മകള്? ഉണ്ട്, കുറെ ഉണ്ട്. മിക്ക സിനിമ സെറ്റിലും പോയിട്ടുണ്ട് പുള്ളി ചെയ്തിട്ടുള്ള. വൈശാലിയൊക്കെ പോയി ഓർമ്മയുണ്ട്, ചമയം പോയത് ഓർമ്മയുണ്ട്. മിക്ക സെറ്റിലും എവിടെയെങ്കിലും മറ്റേ ചെന്നൈയിലൊക്കെ അന്ന് മിക്കതും പാച്ച് വരുമായിരുന്നു മദ്രാസില്. അപ്പൊ എന്തായാലും പോകും എല്ലാ സ്റ്റുഡിയോയിലും സാധനത്തില്. ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാറുണ്ട് ആ ഫ്രണ്ടില് എല്ലാം. അതായത് ഭരതേട്ടന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വല്ലാത്തൊരു ഇതാണ്. ഭരതേട്ടന്റെ ഒരു വർക്ക് പ്ലേസ് ഉണ്ട്, അത് കാണേണ്ടതാണ്. അന്നത്തെ സിനിമാക്കാരുടെ ഒരു പ്രധാന കേന്ദ്രം വരുന്നത് അറിയാലോ അല്ലെ. ചിത്രങ്ങൾ, ഒരു ഷെഡ്, ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, ഞാൻ കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഭരതേട്ടൻ വൈശാലിയുടെ പ്ലാനിങ്ങിലായിരുന്നു. എന്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് MT സാറൊക്കെ ആയിട്ട്. ചിത്രം അന്ന് ഈ സ്കെച്ചസ് ഭരതേട്ടൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതൊരു ഭയങ്കര ഇതായിരുന്നു. നമ്മളിത് കാണാൻ വേണ്ടിട്ട് അവിടെ ചെല്ലുമായിരുന്നു വീട്ടിൽ. വൈശാലിയുടെ സ്കെച്ചസ് ഭരതേട്ടൻ ഫുൾ സ്കെച്ച് ഇട്ട്. അപ്പൊ സുദിനെല്ലാം ഉണ്ടാവും അല്ലെ സ്കെച്ചസ് ഒക്കെ ഇടുന്നത്. അതിപ്പോഴും വീട്ടിലുണ്ട്. അത് വലിയൊരു അനുഭവം തന്നെയാണ്. ഈ ഇതിനെക്കുറിച്ച് പറയുമ്പം അമരം എന്ന് പറയുന്ന സിനിമ നാഷണൽ അവാർഡ് സിനിമയുടെ അതിന്റെ സെറ്റിൽ പോയിട്ടുണ്ടോ? അമരം സെറ്റിൽ പോയിട്ടുണ്ട്. അവിടെയാണ് ഞാന്. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മമ്മൂസ് വരും, മമ്മൂസ് പോകും, മമ്മൂസ് ഭക്ഷണം കഴിക്കും. അപ്പൊ ഇവര് സംസാരിക്കുന്ന മിക്ക ആൾക്കാരെ നമുക്കറിയാം. ഇവര് പേര് പറയുമ്പോ ഇന്ന ആളാണെന്ന്. ഇതാരാണ് ഈ പുതിയ മമ്മൂസ്? ആരാണോ മനസ്സിലാവണല്ലോ ആരാ. അത് ചോദിക്കുകയും അതിനൊരു ഭയങ്കര കോമഡി ആവുകയും നമ്മളെ കളിയാക്കുകയും അറിയില്ലായിരുന്നു. അത് മമ്മൂക്കൊക്കെ അതിൽ വലിയ സാധനം. ഞാൻ ഇന്ന് ഈ പരിപാടി ഇങ്ങനെ ഒരു ഷൂട്ട് കിടക്കുന്നുണ്ട് വരുന്നുണ്ടെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, അത് ഈ നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ പ്രസംഗത്തില് എന്റെ പേര് പറഞ്ഞു ലളിത ചേച്ചി. കാരണം അതിന്റെ ഡബ്ബിങ്ങിന് ഞാനും കൂടെ ഇരുന്നിട്ടുണ്ട്. ഈ ഭാഷ ഇത്തിരി ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ഭാഷാ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ജോലിയായിരുന്നു. പുള്ളി അത് എന്ത് സിമ്പിൾ ആയിട്ടാന്ന് അറിയാം. ഈ സെറ്റിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ച പോലെ ഡബ്ബിങ്ങിനൊക്കെ പോവായിരുന്നു. അന്ന് മദ്രാസിലാണ് ഇതെല്ലാം നടക്കുന്നത്, പൂജയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് കോളനിയിലോ അവിടെ. അപ്പൊ ആ സമയത്ത് മമ്മൂക്കയുടെ ഈ ഡബ്ബിങ് ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ആൻഡ് ഹി വാസ് ഡൂയിങ് ഇറ്റ് സോ വെരി സിമ്പിളായിട്ട്. ഈവനിങ് സമയമാണ്, അപ്പൊ ചായയും മറ്റേ കടിയൊക്കെ ഇരിപ്പുണ്ടാണ്. പുള്ളി ഇതുപോലെ ഒരു സോഫയിൽ ഇരിക്കുകയാണ്, മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി വളരെ സിമ്പിളായിട്ട് ഡബ് ചെയ്ത ഡയലോഗ് എന്ന് പറയുന്നത് ഏറ്റവും എമോഷണൽ ഡയലോഗാണ്. ക്ലൈമാക്സ് ഡയലോഗ്, മറ്റേ വിളിക്കണ കണ്ടോ കരയണ്ടെന്ന് പറഞ്ഞു വിളിക്കണം. അപ്പൊ ഞാൻ കാണുന്നത് ജക്സ്റ്റപോസ് ആണ്. ഒരാള് വളരെ കൂളായിട്ടിരുന്ന് ആ ചായയൊക്കെ കുടിച്ച് അവിടെ വേറെ തന്നെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. നമുക്ക് ലളിത ചേച്ചിയെ വെച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകരിൽ ഒരാളായിട്ടുള്ള രാജസേനൻ സാറ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതൊന്ന് കാണാം. KPSC ലളിത എന്ന് പറയുന്ന ആക്ട്രസ്
ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന കാലഘട്ടം മുതൽ പരിചയമുള്ളതാണ്. പരിചയം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കൂടി. എന്നാൽ ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ സിനിമാ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ലളിത ചേച്ചി നേരിട്ട് പരിചയപ്പെട്ടു. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ അമ്മ നടികളിൽ ചേച്ചി തുടങ്ങിയത് സഹോദരിയായിട്ടും നായികയായിട്ടൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ ചേച്ചി അമ്മ നടിയായി. അമ്മ നടികളിൽ ഏറ്റവും ഡിഫറൻ്റായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ആക്ട്രസ്സാണ് ലളിത ചേച്ചി, ഒരു സംശയമില്ല. അതായത് ചേച്ചിക്ക് ഒരു നിർബന്ധമുണ്ട്, ഒരു സിനിമയിൽ ചെയ്തതുപോലത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു അഭിനയ രീതി മറ്റൊന്നിൽ വരരുത് എന്ന്. ചിലപ്പോൾ ഈ പല ഡയറക്ടേഴ്സും കഥാപാത്രങ്ങൾ കൺസീവ് ചെയ്യുന്ന സമയത്ത് പരസ്പരം അറിയാതെയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചില സിമിലാരിറ്റിയൊക്കെ കഥാപാത്രങ്ങൾക്ക് വരാം, വസ്ത്രധാരണത്തിൽ വരാം, മാനറിസത്തിൽ വരാം, സ്വഭാവത്തിൽ വരാം, ഒക്കെ വരാം. പക്ഷേ ചേച്ചി വളരെ ബുദ്ധിപൂർവ്വം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചേച്ചിയുടെ ഒരു സ്വന്തം ശൈലി ആ കഥാപാത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത്രയും മികച്ച ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ലളിത ചേച്ചി എന്ന് പറയുന്നത്. ലളിത ചേച്ചി രാജസേന സാറിന്റെ പടത്തിൽ പാടിയിട്ടുമുണ്ട്. കഥാനായകൻ എന്ന് പറയുന്ന ചിത്രത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങളെ ലളിത ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ലളിത ചേച്ചി ഏറ്റവും ഒരു കഥാപാത്രത്തെ തന്നെ എത്രയോ കാലം ഏറ്റവും ദൈർഘ്യമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ടെലിവിഷൻ പരമ്പരയിലാണ്. അപ്പം സിനിമ ഒരു 40 ദിവസത്തെ സൗഹൃദമാണ്. അല്ലെങ്കിൽ ഒരു അന്ന് സിനിമ 40 തീരുമില്ല, 100, 150 ഒന്നും ഇല്ലല്ലോ, 35 ദിവസം 40 ദിവസം. നമ്മൾ കാണുന്ന എല്ലാ മികച്ച ഗംഭീര പടങ്ങളും 35 ദിവസമാണ്. മണിയമ്പുഴ ചേട്ടൻ വെള്ളാനകളുടെ നാട് 24 or 25. അത്ര ഉള്ളൂ. 25 ദിവസം വലിയ പടം. പാട്ട് ഒരു ദിവസം കൊണ്ട് എടുത്ത പാട്ട് 25 ദിവസം കൊണ്ട് പടം തീരുന്നു എന്ന് പറഞ്ഞു വന്നത് ഈ പരമ്പരയിൽ ഒരു കഥാപാത്രത്തെ എത്രയോ നാൾ അവതരിപ്പിച്ചു. അപ്പം ഒരു സിനിമയ്ക്ക് ഒരു 50 ദിവസത്തെ ബന്ധമാണെങ്കിൽ വർഷങ്ങൾ നിരന്തരമായി ഒരേ പരമ്പരയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വെച്ച് മാസത്തിൽ ഇത്ര ദിവസം ഒപ്പം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ചെയ്ത ഒരാൾ ലളിത ചേച്ചിയുടെ ഒരു വലിയ സുഹൃത്ത്, നമ്മുടെ എല്ലാം വലിയ സുഹൃത്ത്. ലളിത ചേച്ചിയുമായി ഒരുപാട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരാൾ. ഹൃദയപൂർവ്വം നമ്മുടെ ഓർമ്മയിൽ നിന്നും KPSC ലളിത എന്ന ഈ ഒരു പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഞ്ജു പിള്ള. നമസ്കാരം. വരൂ. ഞാനിപ്പം ഇവരോട് ആമുഖത്തിൽ പറയായിരുന്നു, സിനിമ പോലെയല്ല, ഒരു പരമ്പര 10 കൊല്ലം മറ്റോ ഒന്നിച്ച് അഭിനയിച്ചതല്ലേ? 10 വർഷത്തോളം അമ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീട്ടാൻ ശ്രമിച്ചു, പക്ഷെ അമ്മയില്ലാതെ അത് പൂർണ്ണമാവില്ലായിരുന്നു, അതുകൊണ്ട് നിർത്തി. അങ്ങനെ നിന്നു. നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു, ലളിത ചേച്ചിയുമായിട്ട് ഇങ്ങനെ ഒരു കുടുംബ ബന്ധം കൂടെ പിന്നെ സിദ്ധുവായിട്ട് ബന്ധമുണ്ടായി, ശ്രീകുട്ടിയായിട്ട് ബന്ധമുണ്ടായി എന്നുള്ളതെല്ലാം പറഞ്ഞു. എന്താണ് ലളിത ചേച്ചിയുടെ ഒരു സവിശേഷതകൾ തോന്നിയിട്ടുള്ളത്? ഞാൻ സിനിമയും അല്ലെങ്കിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പണ്ട് എറണാകുളത്ത് കവിത ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. പണ്ട് സിനിമാക്കാരുടെ സ്ഥിരം സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഞാൻ അമ്മ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എന്നെ കണ്ട് അടൂർ സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ എൻ്റെ അപ്പൂപ്പനും അമ്മയായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ SP ആശാൻ എൻ്റെ വീട്ടിലൊക്കെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ട് ഇങ്ങനെ SP ആശാൻ്റെ കൊച്ചുമോളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് അയ്യോ എൻ്റെ ശ്രീകുട്ടിയെ പോലിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് എന്നെ അവിടുന്ന് ആ താടി പിടിച്ചു തുടങ്ങിയ ബന്ധമാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായ ആരാധനയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളൊരു പേഴ്സണൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ആരാധന ഭയങ്കരമായിട്ട് കുടിയേറിയൊരു സമയമായിരുന്നു. പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അതും ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് തമ്പി സാർ പറഞ്ഞൊരു സംഭവമുണ്ട്, നീ നായികയാവാൻ നിൽക്കരുത്, നായിക ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും, നീ ഭാവിയിലെ KPSC ലളിതയാണ്. അപ്പോൾ ഒരു കാരണവശാലും നായികയാവാൻ നിൽക്കരുത്, KPSC ലളിതയായാൽ നിനക്ക് മരിക്കുന്നത് വരെ അഭിനയിക്കാം എന്ന് എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അമ്മയുടെ വർക്കുകളും അമ്മയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ ഒരു പക്ഷേ അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം എൻ്റെ ആക്ടിങ്ങിൽ.
അങ്ങനെയാണ് അവിടുന്ന് ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ലളിത ചേച്ചിയും മഞ്ജു ചേച്ചിയാണ്, അമ്മായിമ്മ മരുമോളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി. കാരണം നമുക്ക് ഏറ്റവും കോമ്പറ്റീഷനാണല്ലോ ഒരു ആക്ടിങ് എന്ന് പറയുന്നത്. അവിടെ ഒരു കോമ്പറ്റീഷനുണ്ട്. അതിനേക്കാൾ കൂടുതൽ അഭിനയിക്കുക എന്നുള്ളതല്ല, ആ അഭിനയത്തിനോട് മല്ലിട്ട് നിൽക്കണമല്ലോ, അത് തന്നെ ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ആ സീരീസിലേക്ക് ഞാൻ വരുന്നതും. പിന്നെ അതിന് മുമ്പേ ബന്ധമുണ്ട്, വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ കാണുമായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ അമ്മ മകൾ എന്നുള്ള സിദ്ധു തന്നെ പരാതി പറയും, എനിക്ക് കിട്ടണില്ല, നിങ്ങൾ കൊണ്ടുപോയില്ലേ സ്ഥിരം എന്ന് പറയും. കാരണം ഞാൻ അവിടെ സിനിമ ലൊക്കേഷനൊക്കെ പോയിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടെന്ന് വന്നിട്ടുണ്ടോ സീരിയലിൽ? വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ടില്ല. ഒരു ദിവസം എന്തോ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അത് തിരക്കുള്ള ആളായി അപ്പോഴത്തേക്ക്. ഇല്ലല്ല, അതല്ല, വേറെ അവരൊരു കുടുംബമായിട്ടിരിക്കുമ്പോ ഇനി ഞാനെന്തിനാ അല്ല, സിദ്ധു പലപ്പോഴും പരാതി പോലെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കിട്ടണില്ല. കാരണം എന്നെ ഇവര് തൈക്കുടത്താണ് ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ എന്നെ ആ ഫ്ലാറ്റിലേക്ക് എന്നെ കൊണ്ടുപോയതും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് തന്നതും എൻ്റെ പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അമ്മ. അതായത് ഈവൻ KSF ചിട്ടി എടുക്കുന്ന പോലും അമ്മയുടെ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ ക്ഷേമനിധി, ഒരു ഇൻഷുറൻസിൻ്റെ ഇതെല്ലാം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. എനിക്ക് എൻ്റെ ലൈഫ് സീരിയസ് ആയത് അമ്മ ലൈഫിൽ വന്നതിന് ശേഷമാണ്. എന്നെ ഒരു കുടുംബിനി ആക്കിയത് ശരിക്കും പറഞ്ഞാൽ അമ്മ ലൈഫിൽ വന്നതിന് ശേഷം. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ എങ്ങനെ ഒരു മകളെ ശാസിക്കുന്നു അതുപോലെ തന്നെ എന്നെ ചീത്തയും പറയാം. സിദ്ധുവിനെയൊക്കെ വിളിക്കുന്ന പോലെ തന്നെ എന്നെ ചീത്ത പറയാം. ചൂടായിട്ടൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ചൂടാവൂല, പക്ഷെ അർത്ഥം വെച്ച് നല്ല നമ്മൾ മാറി നിന്നിട്ട് ആലോചിക്കുമ്പോൾ നല്ല മിഠായി ആണല്ലോ തന്നേന്നുള്ളത്. അല്ല, അമ്മ ആക്ച്വലി വയസ്സായി, അതെനിക്ക് തോന്നുന്നു കുറച്ച് ഏജായി വന്നപ്പോൾ അമ്മ ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ ലൈഫിൽ വന്ന എക്സ്പീരിയൻസ് അതെല്ലാം കൊണ്ട് അമ്മ ഒരു ഫ്രസ്ട്രേറ്റഡ് മൂഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വയസ്സായതിൻ്റെ ഒരു ചെറിയ, ആ സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരുന്ന ഞാനാ. ആ സമയത്തൊക്കെ ഒരു അതൊരു ഭയങ്കര തമാശയാണ്. എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇച്ചിരി കൂടിപ്പോയാൽ വഴക്കുണ്ടാക്കും. എന്തിനാണ് ഇത്ര മേക്കപ്പ് ഇട്ടേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം വേണ്ടി മേക്കപ്പ് ഇട്ടില്ല. അപ്പോഴത്തേക്കും എനിക്ക് വഴക്ക് പറയുമ്പോഴേക്കും ചിലപ്പോൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കും. ഭക്ഷണമൊന്നും കഴിക്കത്തില്ലെങ്കിൽ ചോദിക്കും, അവളെന്തേ പറയും, ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. ഉടനെ ഒരു വരവുണ്ട്, ഓടിച്ച് ഞാൻ കുറഞ്ഞ വന്ന് കഴിക്കണേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അതും ചൂടായിയാ പറയുന്നത്. അത് സ്നേഹമാണ്. എൻ്റെ അമ്മ ഇതുപോലെയാണ്, ദേഷ്യപ്പെട്ടാ സ്നേഹിക്കുക. ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതങ്ങനെയാണ്. ഇപ്പം പറഞ്ഞല്ലോ ചില ഇൻഷുറൻസ് എടുപ്പിക്കലുകൾ, ചിട്ടി ചേർക്കല് എന്നൊക്കെ പറഞ്ഞു. അപ്പം ആത്മകഥ എഴുതിയ ബുക്കില് ഈ ഭരതൻ സാറ് സിനിമ നിർമ്മിക്കാൻ പോയിട്ട് സാമാന്യം കുറച്ച് നല്ല പൈസ കളഞ്ഞെടുത്തുവെന്നും അതിനുശേഷം ഒരുപാട് അഭിനയിക്കാൻ പോയിട്ടുണ്ടെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട്ടിലെ ഒരു എക്കണോമിക്സ് ആരാ നോക്കിക്കൊണ്ടിരുന്നത്? വീട്ടിലെ എക്കണോമിക്സോ? അത് മിക്കവാറും അമ്മ തന്നെ ആയിരിക്കും, മണക്കണക്ക് വെച്ചിട്ട്. അങ്ങനെ ഇതിനകത്താണ് ഫുൾ ലെഡ്ജറൊക്കെ. അവിടുന്ന് അങ്ങനെ വന്നു, ഇവിടുന്ന് അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഒരിക്കലും ആ കണക്ക് കിട്ടില്ല. ഇപ്പൊ ലൈക്ക് വടക്കാഞ്ചേരി ഉള്ളപ്പോ ഇപ്പൊ ചേച്ചിനൊക്കെ അഡ്വൈസ് ചെയ്യണ സമയത്ത് പോലും അമ്മ ഭയങ്കര ഈ ഇവിടുന്ന് എടുത്ത് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഇവിടുന്ന് അവിടെ കൊടുത്ത് അപ്പോഴത്തേക്ക് ഇവിടെ കഴിഞ്ഞു അതൊക്കെ പറയട്ടെ. ഈ കണക്കൊന്നും നമുക്ക് നടക്കില്ല, ഇത് തെറ്റും, എന്തായാലും തെറ്റും. കാരണം ഞാൻ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഇപ്പം സത്യസാറ് ഇവിടെ വീഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞു ഇല്ലാതെ ആലോചിക്കാൻ പറ്റുന്നു. ഞാൻ അതിൽ ഈ തിലകേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവളുടെ കയ്യിലൊരു ചെറിയ പെട്ടിയുണ്ട്, അതിന്റെ താക്കോല് ഞാൻ അന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല, ആ താക്കോൽ എവിടെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് എല്ലാരെയും കാണുക, നോക്കുക, നിർത്തുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യത്തിൽ തന്നെയാണ് ലളിത ചേച്ചി ഉണ്ടായിരുന്നത് ആ സമയത്ത്. ചേച്ചി ഇപ്പൊ ഇവരെ ഇതിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചേച്ചി സംഗീത അക്കാദമിയുടെ ചെയർപേഴ്സൺ ആകുന്നത്. അത് വല്ലാത്തൊരു ഔദ്യോഗികമായ ഒരു ജോലിയും ചേച്ചിക്ക് അത്ര പരിചിതമില്ലാത്തൊരു മേഖലയില്. അപ്പൊ ഭയങ്കര ടെൻഷനാണ്. ഒന്നാമത് നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്നെ വിളിക്കും, അമ്മനെ എങ്ങനെ പ്രശ്നമുണ്ട്, ഇത് എന്താണെന്നൊക്കെ ചോദിച്ചു എങ്ങനെ ഡീൽ ചെയ്യും. കമൽ സാർ വേറൊരു സ്ഥലത്ത് ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണലായിട്ട് ഇത് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയും, ഇടക്കിടക്ക് പറയും സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് വെച്ചാല് അങ്ങനെയുള്ളതല്ല, അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഇവിടെ ചെലവാക്കുന്നു, അവിടെ നിന്ന് ചെലവാക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒഫീഷ്യൽ പരിപാടികൾ കൂടി ആകുമ്പോഴേ
ചേച്ചിക്ക് അതിനെക്കുറിച്ചുള്ള ഇത് അറിയില്ല. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വരുമല്ലോ ഇതിൻ്റെ. എനിക്ക് തോന്നുന്നു അവസാന കാലത്തൊക്കെ ഭയങ്കര പ്രഷറുകളായിരുന്നു. ഒരുപാട് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ ടെൻഷനും ആലോചനയും. ലളിത ചേച്ചിയുടെ ഒരു പവറുള്ള ആൾ. ഇപ്പം ആദ്യത്തെ കൺമണിയിലെ അമ്മ എന്ന് പറയുന്നത് ഒരാളെ ഭയങ്കര ആഢ്യത്വവും, എന്നാല് അനിയത്തിപ്രാവിന്റെ ക്ലൈമാക്സില് എടുത്തോന്ന് പറയുന്ന ആ ഒരു വാക്കിലൊരു സിനിമ ഇരിക്കുക. സ്ഫടികത്തിലെ പൊന്നമ്മച്ചി എന്ന് പറയുന്ന കഥാപാത്രം എടുത്താല് അത് വേറെ രീതിയിലിരിക്കും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ നമ്മൾ കണ്ടാല് ദാമോദർജി ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ല. നേരെ ചൊവ്വയാണെങ്കിൽ ഒറ്റ ആട്ടിന് ഗോപാലകൃഷ്ണ പണിക്കര് വേറെ എവിടെ എത്തേണ്ടതാണ്. പക്ഷെ വളരെ എത്ര പാവം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റത്തെ പാവം, വളരെ എന്താ പറയുന്നത്, വളരെ ശൗര്യമുള്ളൊരു കഥാപാത്രമാണെങ്കിൽ അങ്ങേയറ്റത്തെ ശൗര്യമുള്ള ഒരു കഥാപാത്രം. പഴയൊരു സംഭവമാണ് കേൾക്കുന്നേ അല്ലേ, കേൾക്കൂ മറ്റേ ഗജകേസരി യോഗം. അത് ഗജകേസരി യോഗം എന്ന് പറയുന്ന സിനിമയിലാണ് ഈ എത്ര കഥാപാത്രങ്ങളാണ്. ഏറ്റവും മറക്കാൻ പറ്റാത്തത് നത്ത് നാരായണന്റെ ആ സിനിമയുടെ ഒറ്റ കനൽക്കാറ്റ്. ഞാൻ ഇപ്പോഴും അതിന്റെ ക്ലിപ്പിംഗ് കണ്ടാൽ ഞാൻ കരയും. ബോംബെ പോണല്ലേ പറഞ്ഞിട്ട് പോടല്ലേ, അത് തന്നെ. ഇപ്പോഴും ഞാൻ കരയും. ആ ഒരൊറ്റ എപ്പോ കണ്ടാലും അത് കരയും. എനിക്ക് എന്താണെന്നറിയില്ല, അതൊരു ഒറ്റ സീൻ മതി. ഞാൻ ഇതുപോലെ കരയുന്ന ഒരു സീനുണ്ട്. എനിക്ക് മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയിൽ ഇവര് ഷീലാമയും ലളിത ചേച്ചിയും കൂടെ യാത്ര പറയുന്ന ഒരു സീനുണ്ട്. ഞാൻ പലഹാരപ്പൊതിയൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ഞാൻ പോവും, അപ്പം വഴി വന്ന് നിൽക്കരുത്, എനിക്ക് കരയാൻ പറ്റില്ലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള, അതായത് നോക്കൂ, 2 വയസ്സായ ആൾക്കാർ തമ്മിലാണ് ഒരു യാത്ര പറയുന്നത്. സുഹൃത്തുക്കളാണ്, വലിയ സുഹൃത്തുക്കളാണ്. ഒരു സീനിൽ അതിന്റെ ഒരു മോഡുലേഷനും ഇവരുടെ ഒരു പ്രസന്റേഷനും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇരുന്ന് പറയുമ്പോൾ നമ്മൾ ആരും റെഫർ ചെയ്തിട്ടോ ഗൂഗിൾ നോക്കിയിട്ടോ ഒന്നും അല്ല പറയുന്നത്. നമുക്ക് ഇത്രയും ക്യാരക്ടറുകൾ മനസ്സിൽ ഫീഡ് ചെയ്യാണ്. ഞാൻ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട ശേഷം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നോക്കൂ, അതൊരു നല്ല കഥ, നല്ല സിനിമയൊക്കെ ആണെങ്കിൽ തന്നെ തേന്മാവിൻ കുമ്പത്തിലെ കഥാപാത്രം ഓൾമോസ്റ്റ് ഒരു വലിയ കാത്തിരിപ്പാണ്. വേണിച്ചേട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ക്ലൈമാക്സ് വരെ പറയുന്ന, ഇവരിങ്ങനെ തമാശയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കഥാപാത്രങ്ങളെ ഒറ്റ വാക്കിൽ ഒറ്റ വരിയിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു ആഴം ഒരു 10 കിലോമീറ്ററായിട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് എങ്ങനെയാണ് സാർ, അതൊരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ഏത് കോമ്പിനേഷനിലാണ്? അല്ല, അത് എനിക്കുള്ളത് ചേച്ചിയുടേതായ സ്വന്തമായ നേരത്തെ പറഞ്ഞ ഒരു ഒബ്സർവേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ കഥാപാത്രത്തിലേക്ക് ചേച്ചി കൊണ്ടുവരാറുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ നേരത്തെ സത്യം പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട്. KPS ലളിത തന്നെ ഈ റോള് ചെയ്യണം. ഒരു കഥാപാത്രം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KPS ലളിത അവതരിപ്പിച്ചാലേ നന്നാവും എന്ന് സംവിധായകർ തീരുമാനിച്ച് ക്യാരക്ടറിനെ മോൾഡ് ചെയ്യും. അപ്പം നമുക്ക് കുറേ ഫ്രീഡം കിട്ടും. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് KPS ലളിതയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവും ക്യാരക്ടറിന്. ഗുഡ് ബൈ സീൻ എന്ന് പറഞ്ഞല്ലേ മനസ്സിലാക്കറിയില്ല. അപ്പൊ അത് ആ ഡയലോഗ്സ് ഉണ്ട്. ഞാൻ ഇറങ്ങുമ്പോ വഴി വന്ന് നിൽക്കരുത്, അതെന്തായാലും ഉണ്ട്. അത് അവതരിപ്പിക്കുന്നതിലാണല്ലോ അതിൽ ഭയങ്കരമായിട്ട് നമ്മളെ കൊള്ളുന്നത്. അവിടെ അമ്മ 6 അടിച്ചു. അതവിടെ 6 അടി. കാരണം ഞാൻ ഈ ചില ആളുകൾ ലൊക്കേഷനുമായിട്ട് വരെ അങ്ങ് സിങ്ക് ആവുമല്ലോ. നമ്മളൊരു ഷൂട്ടിങ്ങിന് ഒരു വീട്ടിൽ എത്ര നേരം നിൽക്കും, ഒന്ന് ഉറങ്ങി എണീറ്റിട്ടൊരു സ്വിച്ച് ഇടുന്ന സീൻ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവൻ സ്വിച്ച് ഇടുന്നതും പുതിയൊരാൾ സ്വിച്ച് ഇടുന്നതായിട്ട് വ്യത്യാസമുണ്ട്. ഈ ലളിത ചേച്ചിയെപ്പോലുള്ളവർ ഈ ഒരു പ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് എത്രയോ നാളായിട്ട് അടുക്കളയെന്ന് വിളമ്പുമ്പോൾ അങ്ങനെ എന്തൊരു ഈസി ആയിട്ടാണ് ഇവർ ചെയ്യുന്നതല്ലേ. ഇപ്പം സാറിന് ശുഭയാത്ര എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പം ബോംബെയിലാ, ബോംബെയിലുള്ള ഒരു മലയാളി, ബോംബെയിൽ എത്രയോ നാളായിട്ടാണ്, അല്ലാതെ ഇവിടുന്ന് ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയ മലയാളിയൊന്നും അല്ല, ബോംബെയിലുള്ള മലയാളിയാണ് ആയിരിക്കുന്നത് അല്ലെ. ശുഭയാത്രക്ക് വളരെ ലിമിറ്റഡ് ആൾക്കാരെ അതേ ഉള്ളൂ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുള്ള. എനിക്ക് ആ സിനിമയെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അത് കഴിഞ്ഞ് അമ്മ ബോംബെന്ന് വരുമ്പോ ഒരു BMX സൈക്കിള് തന്നായിരുന്നു, മഞ്ഞ കളർ സാധനം. ആദ്യത്തെ BMX സ്റ്റണ്ട് സൈക്കിള് ബോംബെന്ന് വാങ്ങിച്ചിട്ടുണ്ടാണല്ലേ. അപ്പൊ ഞാൻ ചോദിക്കണ ഇനി അമ്മ എപ്പോഴും അടുത്ത ഷൂട്ടിങ്ങിന് പോണ, അടുത്ത സാധനം വരുന്നുള്ളു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അമ്മ ഞാനുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ എവിടെ പോയാലും ശ്രീകുട്ടിക്കും വാങ്ങിക്കും, എനിക്കും വാങ്ങിക്കുമായിരുന്നു. അതൊരു പ്രത്യേക ഒരു ചതി ഞാനിപ്പോഴാണ്. ഈ പരിചയപ്പെട്ട ഒരാൾക്ക്
ഒരു ഓർമ്മ പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു പെരുമാറ്റം ലളിത ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്നും ഓർക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ സമ്മാനിക്കാൻ ലളിത ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. ആരാണെന്ന് കാണാം. അമ്മയെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഓടി വരുന്നത് പുള്ളിപ്പുലി ആട്ടിൻകുട്ടികളും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടനാട്ടിൽ ഈ മുട്ടറ്റം വെള്ളത്തിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മളെല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പ്രായമോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ അപ്പോൾ ഉണ്ട്. ഇതൊന്നും അമ്മ മുഖവിലയ്ക്കെടുക്കാതെ, ഇതൊന്നും അമ്മയെ ബാധിച്ചിട്ടില്ല. കാരണം ഈ മുട്ടറ്റം വെള്ളത്തിൽ ചെളിയിൽ ഈ കാലും വെച്ച് നിൽക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ സിനിമയും ഷോർട്സും ടേക്കിങ്സും മാത്രമാണ്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമയെ ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഇവിടുന്ന് കടന്നുപോയ ആളാണ് ലളിതാമ്മ. ഇവരൊരു സിനിമ കാണൽ സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ ഏതൊക്കെയോ മാളുകളിൽ സിനിമയ്ക്ക് പോകുമ്പം സിനിമ എല്ലാ സിനിമയും ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയാലും പരിഭവ പിണങ്ങും എന്നോട്. എന്നെ ആരും കൊണ്ടുപോകാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവിക്കുമായിരുന്നു. കാരണം വയസ്സായി വരുന്നവരും ഒരു കുഞ്ഞിനെ പോലെ ആയി എന്നുള്ളതാണ്. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ സിനിമയ്ക്ക് പോയി കൊണ്ടുപോകണം. അപ്പൊ ഹിന്ദി ആണെങ്കിലും വരും, ഒന്നും മനസ്സിലായില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മാളിൽ പാർക്കിങ്ങിൽ ഒരു ദിവസം നിൽക്കുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ സിനിമയ്ക്ക് വന്നതെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു പടം അവിടെ വന്ന് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരാളെ കൂടെ നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കാം. ഏറ്റവും പുതിയ കാലത്തെ സിനിമകളെ കുറിച്ചൊക്കെ ചില ചർച്ച നടത്തുമ്പോൾ ചിലർ പറയാറുണ്ട് അതിലങ്ങനെ അച്ഛനമ്മമാരില്ല, മുത്തച്ഛനില്ല, മുത്തശ്ശിയില്ല. ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയ നടന്മാരില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന കഥയില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കുമെങ്കിലും ഒരു സംവിധായകൻ പരമാവധി, അദ്ദേഹം ഒരു പുതിയ കാലത്തിന്റെ സംവിധായകനാണ്, ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം പറ്റാവുന്നിടത്തോളം സീനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ ഭാഗം കൂടിയാണ് അവരെ ഉൾപ്പെടുത്തി ഒരു സിനിമ ചെയ്യുക, ഒരു ഫ്രെയിമിൽ അവരെ നിർത്തുക എന്നുള്ളത് ഒരു ആഗ്രഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ളൊരു സംവിധായകൻ. അദ്ദേഹത്തിന്റെ ബഹുഭൂരിപക്ഷം സിനിമകളിലും ലളിത ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ലളിത ചേച്ചി വെച്ച് മറ്റ് പരസ്യങ്ങളും മറ്റും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പോപ്പുലറായ ചില നമ്മൾ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഏറെ സ്നേഹത്തോടെ സുഹൃത്ത്, സഹപ്രവർത്തകൻ, നമ്മുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചിയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജിസ് ജോയ്. ജിസ്റ്റോയി വരുന്നത് നമ്മൾ ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു, പൊതുവെ ഈ സിനിമകളിൽ ഒരു പർട്ടിക്കുലർ ഏജിന് മുകളിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കുക, അവരെ കൊണ്ട് ആ സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങൾ പറയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പം കുറഞ്ഞു തുടങ്ങിയെന്ന് പറയുന്നു. ഉണ്ടാവുമായിരിക്കും, നമ്മൾ കാണുന്നില്ല. എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളൊന്നറിയാൻ ശ്രമിച്ചാൽ മതി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് പുതിയ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന വരികളിൽ ഒന്നാണ്. അതിൻ്റെ ഉപജ്ഞാതാവാണ് ജിസ്റ്റോ എന്ന് പറയുന്നത്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആൾക്കാർ എന്നെയും ഒരു പരിധിവരെ ട്രോൾ ചെയ്യുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ അത് ട്രോളുമ്പോൾ പോലും അതിൽ ലളിത ചേച്ചിയുടെ മുഖമാണ്. അപ്പോൾ എന്നെ ആക്ച്വലി പിഷാരടിയും ഹരിയും കൂടെ ഈ പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിഷാരടി പറഞ്ഞ കറക്റ്റാണ്. ഇത്തരത്തിലുള്ള ലെജൻഡറി ആയിട്ടുള്ള, നമ്മൾ പ്രോഡജീസ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ചില മനുഷ്യർ, ചില ആക്ടേഴ്സ്, അവരെ കഴിയുന്നത്ര നമ്മളുടെ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ആദ്യത്തെ സിനിമ ആലോചിക്കുമ്പോൾ തന്നെ ബൈസൈക്കിൾ തീവ്സ് ആണ് ആദ്യത്തെ പടം. 2013 ഞങ്ങൾ ഷൂട്ട് ചെയ്തതും അത് പുറത്തേക്ക് വന്നതും. അപ്പോൾ അതിൽ പോലും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമാണ്. ആകപ്പാടെ ഒരു 4-5 മെയിൻ ആക്ടേഴ്സ് മാത്രമുള്ള ഒരു സിനിമയാണത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഉഗ്രനായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള കഥാപാത്രമാണ് ലളിത ചേച്ചി ചെയ്തിട്ടുള്ളത്. ആസിഫിൻ്റെ കഥാപാത്രത്തെ കൊണ്ട് പറഞ്ഞ് പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സിനിമ കണ്ടവർക്കറിയാം. പിന്നെ അങ്ങോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ലളിത ചേച്ചി ഇല്ലാതെ ഒരു സിനിമ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വളരെ ദീപ്തമായിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ 4 സിനിമ കഴിഞ്ഞ് 5ാമത്തെ സിനിമ, അത് സോണി ലിവിന് വേണ്ടി ചെയ്ത സിനിമയാണ്. കോവിഡ് സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ വരെ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആസിഫ് അലിയും ആൻ്റണി പെപ്പെ നിമിഷ അവരഭിനയിച്ച പടമാണ്. അങ്ങനെ ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ ടെലികാസ്റ്റ് വെയിറ്റ് ചെയ്ത് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഈ സമയത്ത് എനിക്കൊരു നമ്പറിൽ നിന്നൊരു കോൾ വരികയാണ്. അപ്പോൾ ഞാൻ കോൾ എടുക്കുന്നു. എനിക്ക് പരിചിതമല്ലാത്ത നമ്പറാണ്. ഞാൻ ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലളിതയാ. ടിപ്പിക്കൽ സ്റ്റൈലുണ്ടല്ലോ, ലളിതയാ. അപ്പം ഞാൻ ലളിതാമ്മ
അതെ, ഇത് ഏത് നമ്പർ? ഇത് എൻ്റെ കൂടെയുള്ള ആളുടെ നമ്പറാ. ഞാൻ ചോദിച്ചു എന്തുണ്ട് വിശേഷം? അല്ല, ഒരു സിനിമ ഇപ്പൊ കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ആ സിനിമയ്ക്ക് വിളിച്ച സമയത്ത് ഹോസ്പിറ്റലാന്ന് പറഞ്ഞില്ലേ? അതെ, ഹോസ്പിറ്റലായിരുന്നു. ഇനി അത് എപ്പോഴും അങ്ങനെ മനസ്സിൽ വെക്കണ്ട. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ ജിസിനെ ഒന്ന് വിളിക്കുകയാണ്. അപ്പൊ ഈ സിനിമയിൽ ഞാനില്ല, ഞാൻ സമ്മതിച്ചു, ഓക്കെ. പക്ഷെ അടുത്ത പടത്തിൽ ഞാനുണ്ട്, ഇനി അങ്ങോട്ടുള്ള എല്ലാ പടത്തിലും ഉണ്ട്. പക്ഷെ ആരുടെ ഞാനിത് ഏതാനും എൻ്റെ വീട്ടിലിത് പറഞ്ഞിട്ടുള്ള കഥയാണ്. ഏതാനും സ്ഥലങ്ങളിൽ മാത്രം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ കോള് കട്ട് ചെയ്തിട്ട് ഞാൻ വല്ലാതെ ഒത്തിരി നേരം ഇരുന്ന് ചിന്തിച്ചു പോയ ഒരു കോളാണത്. ഒരുപാട് കരഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ളുകൊണ്ട് കരഞ്ഞു. കാരണം ലളിതാമ്മയെ പോലെ ഇപ്പം ഞാൻ കമൽ സാർ പറയുമ്പോൾ അവിടെ ഇരുന്ന് അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചരിത്രമാണ് ഈ പറയുന്നത്. അതെ അതെ, കല്യാണി കളവാണി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യൻ മാസ്റ്ററുടെ കൂടെയും അതിനു മുമ്പൊക്കെ അഭിനയിച്ചു തുടങ്ങിയ, ഇനി പ്രത്യേകിച്ച് ജിസ് ജോയ് എന്ന് പറയുന്ന ഒരാളുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് ലളിതാമ്മയ്ക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല, അത്രയേറെ നേടിക്കഴിഞ്ഞു എല്ലാ രീതിയിലും, പ്രശസ്തി കൊണ്ട്, സമ്പത്ത് കൊണ്ട്, എല്ലാം. പക്ഷെ എന്നിട്ടും ആ ഒരു അടുപ്പമുള്ളവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും അവരുടെ മാത്രല്ല, അമ്മയ്ക്ക് അഭിനയിക്കണം, അതായത് മരണം വരെ അഭിനയിക്കണം. അത് ചെറിയ വേഷമാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഇതില് അവസാന കാലഘട്ടത്തിൽ കാൽപ്പനികമായിട്ടുള്ള മറ്റേ ഡയലോഗ് ഇല്ലായിരുന്നോ, സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മരിക്കണം. അത് ശരിക്കും അത് തന്നെയായിരുന്നു ഞങ്ങൾ ചെയ്ത ഇതില്. കുറച്ച് അസുഖം, ശാരീരിക ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് അമ്മയെ കുറച്ച് നാളുകൾ ഒഴിവാക്കി നിർത്തിയിരുന്നു. ഇല്ലാന്ന് പറയുന്നില്ല, ഒഴിവാക്കി നിർത്തി. നമുക്ക് വയ്യായിരുന്നു ആക്ച്വലി. ആ സമയത്ത് എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്കിപ്പോഴും അത് ഭയങ്കര വേദന. എന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് രണ്ടാമത് അമ്മയെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിരുന്നു. അത് എൻ്റെ അടുത്ത് ചോദിച്ച്, എടി എന്താടി അവരെന്നെ വിളിക്കാത്തേ? എന്നെ വിളിക്കാൻ എനിക്ക് പറയാൻ വയ്യ. എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായിപ്പോയി. കാരണം ഒരു കലാകാരിയുടെ അല്ല, അവരുടെ ഒരു റുട്ടീൻ ഉണ്ടായിരുന്നേ. ഒരു സെറ്റ് ചെയ്യുന്നു, ഇങ്ങനെ വന്ന് വീട്ടിൽ അങ്ങോട്ട് പോയി. കോവിഡ് വന്നപ്പോ ഇതെല്ലാം തെറ്റി, ഭയങ്കരമായിട്ട് തെറ്റി. ലോക്ക്ഡൌണില് അവർ ഭയങ്കരമായിട്ട് അവരെ മാനസികമായിട്ട് അവരെ വർക്ക് നടക്കത്തില്ല, കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, കുറച്ചാൾ കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നമുക്ക് ഇതാ ഇല്ലടാ, നിനക്കറിയില്ല, ഒരു ആർട്ടിസ്റ്റ് ഇരുന്നു പോയതാ ഭയങ്കര അങ്ങനൊന്നും ഇല്ല. നമ്മെന്താ പറയണത്, അവരുടെ ഫ്യൂവൽ അതാ. അല്ല, അത്രയും സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. കാരണം അമ്മയുടെ ടീനേജിൽ തുടങ്ങിയതാണ് നാടക സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഇങ്ങനെ പോയി. അതിനുശേഷം സിനിമയിൽ വന്ന് ക്യാമറ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിൽ പോയിട്ട് എത്ര വർഷം നീണ്ട ഒരു ദിവസം അഭിനയിച്ചില്ല, സഹിക്കാൻ പറ്റില്ല ആർക്കായാലും. അതെ, ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയൊരു ഘട്ടമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ വിളിപ്പിച്ചു. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എത്ര വയ്യെന്ന് പറഞ്ഞാലും അവർ അത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ അത് സിനിമയെന്നല്ല, ഏത് ക്യാമറയുടെ മുമ്പിൽ വന്നാൽ ചിലപ്പോൾ അവർക്ക് ആരോഗ്യം കിട്ടും. തീർച്ചയായിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളന്ന് ചേച്ചി ദയ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കാണാൻ ചെന്നപ്പോഴേ ചേച്ചി എന്റെ അടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ വരൂട്ടാ, സിനിമ പ്ലാൻ ചെയ്യണേ പറഞ്ഞോട്ടാ. എല്ലാവരോടും ആ ഒരു സംഭവം ഉണ്ട്. അത് മാത്രമല്ലെന്നേ, ഇപ്പോ ലാസ്റ്റ് എന്റെ പടത്തിൽ അഭിനയിക്കുന്ന മോഹൻകുമാർ പിഷാരടി ഉണ്ട് ആ പടത്തിൽ. പക്ഷെ അപ്പൊ പോലും ഒരു സംഗതി പ്രോംപ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. പ്രോംപ്റ്റ് ചെയ്യുന്ന ഇഷ്ടമേ അല്ല. എത്ര വലിയ സീനാണെങ്കിലും അത് കാണാതെ പഠിച്ച് അങ്ങനെ അതെന്തോ പ്രോംപ്റ്റ് ചെയ്താൽ അത് വലിയ കുറവ് പോലെയാണ് ലളിത ചേച്ചി. അമ്മയുടെ താളം തെറ്റും എന്നുള്ളതാണ് അമ്മയുടെ യഥാർത്ഥ സത്യം. അതാണ് അമ്മയുടെ ഒരു ഫ്ലോ ബ്ലോക്ക് ആവും, ടൈമിംഗ് ഉണ്ട്, അത് പോകും. കറക്റ്റ്. വേറെ തമാശകളുണ്ട്, അത് കൂടി പറയണമല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്നസെന്റ് ഏട്ടനൊക്കെ ഒരു വാക്ക് പ്രോംപ്റ്റ് ചെയ്തില്ലേ അഭിനയിക്കില്ല. അങ്ങനെ 2-3 പേർക്ക് പ്രോംപ്റ്റ് ചെയ്യണ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ചേച്ചിക്ക് പ്രോംപ്റ്റ് ചെയ്യണ്ട. പക്ഷെ അവരുടെയൊക്കെ പ്രോംപ്റ്റിങ്ങിന്റെ ഇടയിൽ നിന്നിട്ട് ചേച്ചിയുടെ ഡയലോഗും കോൺഷ്യസ് വിടാണ്ട് അഭിനയിക്കാന്ന് പറഞ്ഞൊരു കഴിവ്. അത് ഒരേ ഡയലോഗ് 2 പ്രാവശ്യം കേൾക്കുകയാണല്ലോ. 2 പ്രാവശ്യം കേൾക്കുകയാണ്. അത് ഇന്നസെന്റ് ഏട്ടന്റെ ഡയലോഗാണ്, അവരുടെ ഡയലോഗല്ലേ. എന്നല്ല, ഈ ഇപ്പൊ ഇന്നസെന്റ് ഏട്ടനെ പറഞ്ഞുകൊണ്ട് പറയാണ്, ആ ഒരു മേഖലയിൽ ഇപ്പൊ നമുക്കൊരു 5-6 അതേ ആ ബാച്ചിൽ ഒരു 5-6 നടന്മാരുണ്ടെങ്കിൽ നടിമാരുടെ എണ്ണം താരതമ്യേന കുറവാണ്. എല്ലാ കോമ്പിനേഷനുകളിലും നമ്മളിപ്പം ഇരുന്ന് ലെജൻസ് എന്ന് വിളിക്കുന്ന ഒരു ബാച്ചിന്റെ ഒപ്പം എല്ലാം, അതിപ്പോ പൊന്മുട്ടയിടുന്ന താറാവ് എടുത്താല്, അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് എടുത്താല്, ഇന്നസെന്റ് ചേട്ടനോടൊപ്പം, ജഗതി ചേട്ടനോടൊപ്പം, ഹീറോ ആയിട്ടുള്ള മമ്മൂക്കയോടൊപ്പം, തിലകൻ ചേട്ടൻ, തിലകൻ ചേട്ടന്റെ ഒപ്പം നമ്മളിപ്പോ സ്ഫടിക എടുത്താല്
ഇപ്പൊ ഞാൻ നേരത്തെ മണിച്ചിത്രത്താഴ് മോശമാണോ? ഏഹ് മണിച്ചിത്രത്താഴ് മോശമാണോ? മോശമാണ് അതാ പറഞ്ഞത്. ഗോഡ് ഫാദർ ഗോഡ് ഫാദർ ഒക്കെ കൊച്ചമ്മണി എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ എന്തൊരു കഥാപാത്രമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ലളിത ചേച്ചി ഇക്കാര്യം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് ഇത്രയും കഥാപാത്രങ്ങൾ ഇപ്പൊ ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടല്ലോ. വലിയ ഗെറ്റപ്പ് ചേഞ്ചുകൾ, വലിയ മാറ്റങ്ങളൊന്നും അല്ല. ഒരുപാട് മാറ്റങ്ങളൊന്നും, ചെറിയ കോസ്റ്റ്യൂംസ് ചിലപ്പോൾ മാറുമായിരിക്കും. ഒരു കന്യാസ്ത്രീയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു അത് വെച്ചിട്ടാണ് ഇത്രയും ഉള്ളത്. ഇപ്പോ ഹോമിലോ മറ്റേ പല്ല് വെച്ച് വന്നല്ലോ. അപ്പൊ ജഗദമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആകെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പടത്തില് അതിലാണോ ഒരു അഭിനയത്തിന്റെ ഡെമോ ഉള്ളത്? ഞാൻ വേണം ഇപ്പൊ ഇരുന്ന് കരഞ്ഞു കാണിച്ചു. അത് വന്നിട്ട് ഇതിലാണ് അത് കഥ തുടരുന്നു എന്ന് പറയുന്നത്. അല്ലല്ല, അതെ കഥ തുടരുന്നു. അതിനകത്ത് മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് കരയുന്നത് കഥ തുടരുന്നുള്ളൂ. ജയറാമേട്ടനും എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു അരപ്ലേസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കരഞ്ഞു കാണിക്കുന്നത്. ഈ ഇപ്പം ജിസ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇപ്പം കമൽ സാറിനെ പോലെയൊക്കെ ഉള്ള ഒരു ഡയറക്ടർ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ഇനി ഇതിന്റെ വരുന്ന എപ്പിസോഡുകളിലോ കഴിഞ്ഞ എപ്പിസോഡുകളിലോ ആരെയൊക്കെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഓർക്കുന്നു, അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ, അവർക്കൊക്കെ വേണ്ടി ആക്ഷനും കട്ടും പറയാനുമുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ്. നമ്മള് നമ്മുടെ കൊതി കൊണ്ടാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ, എന്റെ ആദ്യത്തെ സിനിമയിൽ കൊട്ടാരക്കര ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു ഇതല്ലേ. കൊട്ടാരക്കര ചേട്ടൻ്റെ അവസാനത്തെ സിനിമയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ എന്ന് വെച്ചാൽ എന്റെ സിനിമയിൽ അഭിനയിച്ചോണ്ടല്ല, അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ. പക്ഷേ നമ്മളിങ്ങനെ കണ്ട് ആഗ്രഹിച്ചിരുന്ന കൊട്ടാരക്കരയെ പോലെ തിക്കുറിശ്ശേട്ടൻ എൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പഴയ കാലം മുതൽ അതിൽ പ്രേംനസീർ സാറിൻ്റെ കൂടെ, നസീർ സാർ ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മസാറ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പഴയ ഒരുപാട് ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്നും ഓർക്കുന്ന ചില ആൾക്കാരെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഓർക്കുന്നുണ്ട്. പക്ഷെ നിരന്തരമായിട്ട് നമ്മളോടൊപ്പം സഞ്ചരിച്ച് പോയിട്ട് ഒരാളാണ് ലളിത ചേച്ചി. ഇന്നസെൻ്റ് ഏട്ടനൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു ഞാനതെന്ന് പറഞ്ഞു, ഇപ്പോൾ ക്യാമറ വെച്ച് ചേച്ചി ക്യാരക്ടർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്ത് അഭിനയിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാരണം ചേച്ചി എന്തും ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ക്യാരക്ടറായാലും ഡയലോഗായാലും ചേച്ചി അത് ചെയ്യും, അത് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു വല്ലാത്തതുണ്ട്. മറ്റു പലർക്കും അങ്ങനെയല്ല. ക്യാരക്ടർ മനസ്സിലാവാൻ തന്നെ കുറേ നേരം എടുക്കും. നമുക്കറിയാം ഇപ്പോൾ പല ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ് ആ ക്യാരക്ടർ എന്താണ്, അതിൻ്റെ മീറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയമുണ്ടാകും. നേരത്തെ പറഞ്ഞവർ എത്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോഴും അതിനൊക്കെ ഒരു മീറ്റർ ഉണ്ട്. ഓരോ ക്യാരക്ടർ നമ്മളൊരു മീറ്റർ എന്ന് പറയില്ലേ, അത് ചൂസ് ചെയ്യുന്ന ഒരു വലിയ കഴിവ് തന്നെയാണ്. ഇപ്പൊ സത്യൻ സാർ നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. മുഖങ്ങൾ മനസ്സിൽ വരുന്നില്ല. പുതിയ ഈ കഥാപാത്രം എഴുതുമ്പോൾ ഇന്ന ആളെന്ന് പറയുന്ന പോലെ ചില ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ അറിയാലോ, ചില ഡയലോഗ്സ് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. ഇപ്പൊ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഡയലോഗ്, സൺഡേ ഹോളിഡേയിലെ ഡയലോഗാണ് ഇപ്പൊ എന്റെ പടത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതുപോലെ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറയുന്ന സിനിമയിൽ നായകനും തമ്മിൽ അടി ഉണ്ടാക്കി പിരിയാണ്. അപ്പൊ നായിക പറയുന്നത് എന്റെ വണ്ടി ഇങ്ങ് തിരിച്ചു കൊണ്ട് തന്നേക്ക്, എൻ്റെ നിന്ന് വാങ്ങിച്ച കാശ് തന്നേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടിത്തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഈ നായകൻ ആസിഫ് അലി മുത്തശ്ശിയെയും കൂട്ടിയിട്ടാണ് നായികയുടെ വീട്ടിൽ വരുന്നത്. അവിടെ ലളിത ചേച്ചിക്ക് മാത്രമേ ഡയലോഗുള്ളൂ. ഒരു 2 മിനിറ്റുള്ള സീനാണ്. ആ 2 മിനിറ്റുള്ള സീൻ ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഇപ്പോഴാണ് ആ സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ വെച്ച് എഴുതും? ഉറപ്പായിട്ടും അങ്ങനെ മുത്തശ്ശി കഥാപാത്രം എഴുതാൻ പറ്റില്ല. ചിലപ്പോൾ 3-4 ഫ്രണ്ട്സ് കൂടെ പോയി ഇന്നത്തെ ഒരു പരിപാടിയിലേക്ക് മാറേണ്ടി വരും. അത് ഫുൾ സിനിമയുടെ ലോഡ് വരുന്നത്. ഞാൻ നേരത്തെ വേറെ ഏത് ഉദാഹരണം പറഞ്ഞു, അത് ഇതാണ് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ക്ലൈമാക്സിലെ ഈ ശ്രീവിദ്യാമോ വന്നിട്ട് ഇവളെ അല്ലേ എനിക്ക് വേണ്ടത് ഒരിടത്തോ അതേ വന്നൊരു സിനിമ ഫുൾ താങ്ങി നിൽക്കും. അതേലാണ് ഒരു ഫുൾ സിനിമ നിൽക്കുന്നത്. ആ എടുത്തോ കറക്റ്റ് അളവിലും തൂക്കത്തിലും അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ആ സിനിമ വന്ന് ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെടുത്ത് വെക്കുന്നതും ഇവർ പറയുന്നത് വലിയ അത്ഭുതം നമുക്കുണ്ടാക്കുന്നൊരു കാര്യമാണ്. എത്രയോ സിനിമകൾ നമ്മളിപ്പോൾ പറഞ്ഞുപോയ കഥാപാത്രമാണ്. അതുപോലെ ഈ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത കന്മതത്തിലെ കഥാപാത്രം, വിയറ്റ്നാം കോളനിയിലെ കഥാപാത്രം, ഈ തിലകൻ ചേട്ടനെ പോലെ ഒരാൾ അത്ര ചെയ്ത് നിൽക്കുന്നോട്ട് പറഞ്ഞ് എന്താ പടുമുളയാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് സ്ഫടികത്തിലെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ നമ്മളിരുന്നിങ്ങനെ ഇതൊന്നും ഒരു റെഫറൻസോ ഗൂഗിൾ തപ്പിയിട്ടോ അല്ലാതെ സിനിമ കണ്ട പഴയ സിനിമകളൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമല്ല. പഴയ സിനിമകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊന്നു.
അത് തർക്കിച്ച് എങ്ങനെയെങ്കിലും ജയിക്കും. പുതിയ സിനിമയല്ല, പഴയ സിനിമയാണ് നല്ലത്. അതെ. അത് ആ തർക്കിച്ച് കോമഡി ഒക്കെ എന്നിട്ട് ടി വിയിൽ വരുമ്പോ ഇരുന്ന് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. നമ്മളിങ്ങനെ ചിരിക്കരുത് എന്ത് പുസ്തകം. പഴയ കഥകള് എനിക്ക് ഒരുപാട് കഥകൾ അറിയാം. ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ നടക്കുന്ന കഥകള്, ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എല്ലാം മിക്കതും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല, ഏതോ തമിഴ് സിനിമയിൽ ഇപ്പോഴല്ലേ ഈ കമ്പ്യൂട്ടറൊക്കെ വന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നത്, പണ്ടും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഫാന്റസി മൂവിയില്ലേ, അതിൽ ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വരുമല്ലോ, ആ ഒരു സാധനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തർക്കിച്ച് ജയിക്കും. പഴയ സിനിമയാ നല്ലത്. അതിലായിരുന്നു അതിന്റെ ടെക്നിക്ക്, അതിലായിരുന്നു അതിന്റെ സംഭവം. ഇപ്പൊ എന്താ കാണിക്കുന്നത്? ഡിജിറ്റൽ. പിന്നെ ഈ കോമ്പിനേഷൻ ആവാനുള്ള കഴിവുണ്ടല്ലോ. നമ്മളൊരു സിനിമയിൽ എത്രയോ 40 ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു സീനിൽ ഇവരെത്രയോ കാലം ഒന്നിച്ച് ജീവിച്ചവരെ പോലെ ഇത് വന്ന കോമ്പിനേഷൻ ആവുന്നതിലൊരു വലിയ കാര്യമാണ്. ഇപ്പം അമ്മ വേഷങ്ങളൊക്കെ വളരെ നേരത്തെ ചെയ്തു തുടങ്ങിയത് ഇവരൊക്കെ. എന്നോ അമ്മയാണ്. ആ അമ്മ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ചെറുപ്പം ചെയ്യും. ഇപ്പം ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം എന്ന് പറയുന്ന സിനിമയുടെ ഒരു വേറൊരു കോമ്പിനേഷൻ കളിയാണ്. നമ്മളോട് ഒരാൾ കൂടെ ലളിത ചേച്ചിയെ കുറിച്ച് സംസാരിക്കും. ലളിത ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട്, അതായത് സിനിമ മാത്രമല്ല, ഫസ്റ്റ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ ആദ്യമായി സ്വർണവും തേനും അരച്ച് തന്നത് ലളിത ചേച്ചിയാണ്. അന്നു മുതലുള്ള ബന്ധമാണ്. മരിക്കുന്നതിന് കുറച്ച്, അതായത് വയ്യാതാവുന്നതിന് കുറച്ച് മുമ്പ് ചെന്നൈ വരുമ്പോഴൊക്കെ വീട്ടിൽ വന്നിരുന്നു. മറ്റൊരു ആത്മബന്ധമാണ് ലളിത ചേച്ചി. അമ്മയ്ക്ക് തുല്യമാണെന്ന് പറയാം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി പടത്തിൽ അഭിനയിച്ചു. ഉർവശിയായിട്ട് ഒത്തിരി പടത്തിൽ അഭിനയിച്ചു, കൽപ്പനയായിട്ട് അഭിനയിച്ചു. അതൊരു വലിയ ബോണ്ടാണ്. ആ നഷ്ടം തന്നെയാണ്. ഓർക്കാൻ ഒത്തിരിയുണ്ട്, പേഴ്സണലായിട്ട് ഒത്തിരിയുണ്ട്. അവർ KK നഗർ ചെന്നൈയിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം നിരന്തരം വരുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും പോകും, അവിടെ ഇങ്ങോട്ടും വരും. വലിയൊരു കൂട്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം കലാരഞ്ജനി ചേച്ചി പറഞ്ഞു ഈ നാക്കിൽ തൊട്ടുകൊടുത്ത കാര്യം തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു യൗവനം എന്നൊക്കെ പറയുന്നത് സിനിമ. അല്ല, അന്ന് ആ പറയുന്ന യൗവന സമയത്ത് സിനിമയുണ്ടോ? നാടകമായിരുന്നു കൂടുതലും. 68 അമ്മ സിനിമയിലേക്ക് മാറുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കൂട്ടുകുടുംബം 65 66 വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അമ്മ ഇതിൽ. അപ്പൊ അതുവരെ നാടകത്തിൽ ഭയങ്കര സജീവമായിരുന്നു അമ്മ. 10-16 വയസ്സിലെങ്ങാണ്ട് നാടക ഗ്രൂപ്പിന്റെ കൂടെ കൂടിയിട്ടുള്ളതാണ്, ഇന്ത്യയൊക്കെ കറങ്ങി. അപ്പോൾ അന്ന് മുതലുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉർവശേച്ചിയുടെ വീട്ടിൽ പോണത്. ഞങ്ങളുടെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ പോവും, അവിടെ ഇരിക്കും. ഉർവശേച്ചി ആയിരിക്കും എൻ്റെ കമ്പനി. ഇവരവിടെ അടുത്ത് കുറേ നേരം സംസാരിക്കും. ഇത് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഇവരിങ്ങോട്ട് വരും. ഓൾമോസ്റ്റ് ഒരേ ഏരിയയിലാണ് വീട്. ഇപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞപ്പോ എനിക്ക് ആ വീടും പരിസരം ഒക്കെ ഓർമ്മ. നമ്മുടെ കേക്കിന് ഇവര് അശോക് നഗറിന്റെ അടുത്ത്. അതൊക്കെ ഈ സിദ്ധാർത്ഥൻ അഭിനയിക്കാൻ പോയപ്പോ എന്തേലും ഒരു ടിപ്പ്, ഒരു ഉപദേശം തരാമല്ലോ. ഇപ്പൊ നമ്മളൊരിടത്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് സ്വാഭാവികമായിട്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു ഉപദേശം തരാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ടിപ്പ് ആ സമയത്ത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഉണ്ടോ? ചോദിച്ചിട്ട് അമ്മ തగ్గടിച്ചിട്ട് പോയി. എന്തായിരുന്നു അതാണ് സംഭവിച്ചത്. എങ്ങനെയാണ് ഇപ്പൊ ഇത് അഭിനയം, ഇത് നീ അങ്ങ് ചെയ്താൽ മതി, കുഴപ്പമില്ല. അത് ചെയ്യാൻ അറിയാത്തോണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. അപ്പൊ നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും. അത് പിന്നെ അല്ലാതെ ഉള്ള നമ്മുടെ കോണ്ടാക്റ്റിനെ കുറിച്ച് ഒരു ഇതുണ്ടായിരുന്നു. മറ്റേ രാവിലെ പോണം, ഉറപ്പിക്കരുത് എന്നുള്ള അത്തരം സാധനങ്ങൾ. അഭിനയം ചോദിച്ചപ്പോൾ ഇങ്ങനെ തగ్గടിച്ചിട്ട് പോയി. വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു വേറൊരു ഏരിയ ഉണ്ട് ലളിത ചേച്ചിയുടെ. അത് ലളിത ചേച്ചി എന്ന കുക്കാണ്. അത് ഒരു പക്ഷെ മനുഷ്യന് അറിയാൻ പറ്റിയേക്കും, സിദ്ധുവിന് അറിയാം ഉറപ്പായിട്ടും. സാമാന്യമായിട്ട് ഭയങ്കരമായ കൈപ്പുണ്യമുള്ളൊരു കുക്കാണ്. സൺഡേ ഹോളിഡേ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിതുപോലെ ചോറ്റുപാത്രത്തിൽ നാടൻ ഇലക്കറികൾ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത്. നാടൻ കറികളാണ്. അത് ഒരു ചോറ്റുപാത്രത്തിൽ അങ്ങനെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, വേറെ ആർക്കും ഇല്ല കേട്ടോ, ജസ്സിന് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. ഒരു മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കി കൊണ്ടുവരും.
മാമ്പഴം പുളിശ്ശേരി അല്ലേ സാർ കൂട്ടാൻ, അതിൽ തേങ്ങയൊന്നും അരക്കില്ല, സിമ്പിളാണ്. അത് എനിക്ക് അമ്മയാണ് പഠിപ്പിച്ചത്. പക്ഷെ അതിപ്പോ എന്റെ കറിയായിട്ട് ഞാൻ വെച്ചാണ്. വേറെ ആൾക്കാരെ പഠിപ്പിച്ചോണ്ട് പിന്നെ അമ്മയുടെ അവിടെ വടക്കാഞ്ചേരിയിൽ പോകുമ്പോഴും പലപ്പോഴും അതിൽ പോകുമ്പോഴൊക്കെ അവിടെ തങ്ങുന്നതും അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കി തരുന്നതും ഒക്കെ ഇഷ്ടമാണ്. എനിക്കൊന്ന് കൂർക്കയൊക്കെ കൃഷി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടുന്ന് കൂർക്കയൊക്കെ ഭയങ്കര പ്രൗഡാണ് അമ്മ. ആ ടേബിളില് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ പറമ്പിൽ നിന്നുണ്ടായ സാധനമാണ്. അതുകൊണ്ട് കഴിക്കുക. ചക്ക മുളകോശിയും ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. എപ്പോ ഞാൻ കുറേ പോയി നിന്നിട്ടുണ്ട് അവിടെ വടക്കാഞ്ചേരിയിൽ. അപ്പോഴൊക്കെ ഇങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളാണ് കൊണ്ടുവരിക. അതുപോലെ എഴുതിയ പുസ്തകം, ആ ബുക്ക് വായിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ ഇത് ഓർത്തിരിക്കുന്നത്? ആ കഥ തുടരും എന്നാണ് ആ ബുക്കിന്റെ പേര്. പുതിയ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അമ്മയുടെ ഡേറ്റ്സ്, അമ്മയുടെ ചെയ്യാൻ പോകുന്ന വർക്ക് ഏത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പൈസ കൊടുത്തു, ഇതൊക്കെ സെറ്റിലിരുന്നാണ് സംസാരിക്കുന്നത്, അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മയ്ക്ക് മറവി വരും. അതൊക്കെ മറവിയാ. അമ്മ ആരാ വിളിച്ചേ? ഏതോ ഒരു ശ്രീകുമാർ, ഏതോ ഒരു ശ്രീകുമാർ. ആരാ ഡയറക്ടർ? ഞാൻ ചോദിച്ചില്ല. എവിടെ ലൊക്കേഷൻ എവിടെയാ? ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് പൈസ വരും. പൈസ വരും, എത്ര രൂപ തന്നു അപ്പൊ തന്നെ എഴുതി വെക്കും. കാരണം എന്നിട്ട് ഡേറ്റ്സ്, ഈ സിനിമയുടെ ഡേറ്റ്സ് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, അമ്മയുടെ സിനിമയുടെ ഡേറ്റ്സ്. എടീ ഞാൻ അന്ന് അവിടെ നിന്ന് പറഞ്ഞത് എന്താന്ന്, പക്ഷെ പഴയ കാര്യങ്ങൾ ചോദിച്ചു നോക്കിയോ, ഒന്നും തെറ്റാതെ. അത് മഞ്ജു ചേച്ചി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കുറെ. നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഒരു 5-6 years എന്ന് വേണമെങ്കിൽ പറയാം, അമ്മ ഇരിക്കുമ്പോൾ അവരുടെ മെമ്മറീസിൽ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു ഇച്ചിരി ലോൺലി സ്പേസ് ആണത്, നല്ല ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം, പക്ഷെ ഒരു ഇച്ചിരി ഓഫായിട്ടല്ല, ഇച്ചിരി ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കും. അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ അവിടെ ഉള്ളപ്പോൾ അമ്മ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരു ചായയൊക്കെ പിടിച്ച് ആയിരിക്കും ഒരു 6-6:30 വരെ. വേറെ ഒന്നും ചെയ്യില്ല, ഫോണിൽ നോക്കലില്ല, ഫോണിൽ വിളിയില്ല, പരദൂഷണം പറച്ചിലുള്ള ഒന്നുമില്ല. ചായം കുടിച്ച് ആ ഹൊറൈസണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അവിടെ ബേസിക്കലി ഓർമ്മകളായിരിക്കുമല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയോ പ്രിമനിഷൻ ആണോ എന്താണോ അത്, മേ ബി നമ്മളൊക്കെ അങ്ങനെ എത്തുമായിരിക്കും അപ്രായമാകുമ്പോൾ. ഈ കോവിഡ് സമയത്താണല്ലോ അമ്മ ഇങ്ങനെ കോവിഡ് വല്ലാതെ ബാധിച്ചു. അപ്പൊ ആ സമയത്ത് ഞാനും ഈ പറഞ്ഞ പോലെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഫാമൊക്കെ ആയിട്ട് ആ സമയത്ത് എൻ്റെ അടുത്ത് പറയായിരുന്നു, കേട്ടാ നീ കൊണ്ട് തല വെക്കുന്നത് ഒരാപത്തിലാണ്, കൃഷി എന്ന് പറഞ്ഞാൽ നിക്കില്ല നിന്റെ കയ്യില്. ആ സമയത്ത് അമ്മ ഒരു തമിഴ് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി. എനിക്കൊന്ന് പൊടിച്ചേച്ചി കണ്ടായിരുന്നു ഒരു സിനിമ, പൊടിച്ചേച്ചി കണ്ട ഒരു സിനിമ. ആ സിനിമയുടെ സമയത്ത് ഒരുപക്ഷെ മണിയമ്മയ്ക്ക് അറിയായിരിക്കും. കാരണം ഡെയിലി ഗുളിക കഴിക്കുന്ന പോലെ രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, വൈകിട്ട് വിളിക്കും, അപ്പം ഡെയിലി വിളിക്കും. അപ്പോൾ മണിയമ്മ ചോദിച്ചു, എന്തിനാണ് ആ കുട്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്, അതെന്തെങ്കിലും ജോലിയിലായിരിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ കാച്ചിനൊന്നും അല്ലല്ലോ ഞാൻ വിളിക്കുന്നത്, എൻ്റെ ഫോണിൽ നിന്നല്ലേ വിളിക്കുന്നത്. മണിയമ്മ വഴക്ക് പറഞ്ഞിട്ട് ഒന്നും പറയില്ല. എടീ ഇവിടെ ഭയങ്കര ബോറടി ആടി, എനിക്ക് വയ്യാത്തോണ്ട് എന്നെ ഇവിടുന്ന് ആരും വിടുന്നില്ല, ബോർഡറിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മാക്സിമം ഫോൺ കോളുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ എൻ്റെ ഫാമിലി പോത്താണല്ലോ കൂടുതലുള്ള ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഫോൺ എടുക്കാൻ കണ്ടാൽ തന്നെ തിരിച്ച് കയ്യിൽ എന്തെങ്കിലും ആയിരിക്കും തിരിച്ച് വിളിക്കാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് പിന്നെ മനസ്താപം ഉണ്ടാക്കി. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം എന്നെ ഒരു 10-12 ദിവസത്തോളം കണ്ടിന്യൂസ് വിളിച്ചിരുന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് വിളികൾ വരാതിരുന്നപ്പോൾ ആണ് ഞാനിത് എന്താ എന്നറിയാൻ വേണ്ടി, ഇതെന്താ വിളിച്ചില്ലല്ലോ, അങ്ങനെ പതിവില്ലല്ലോ, വിളിച്ചില്ലോ, തിരിച്ചു വിളിക്കുമ്പോഴാണ്. അപ്പോഴേക്കും അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞു, അഡ്മിറ്റായി. അതെനിക്കിപ്പോഴും ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ആ കോളുകൾ ചിലതെങ്കിലും ഞാൻ എടുക്കാതെ പോയി എന്നുള്ളതൊരു ഭയങ്കര വിഷമമാണ്. 4 സ്റ്റേറ്റ് അവാർഡ്, 2 നാഷണൽ അവാർഡ്. പലപ്പോഴും ഈ സീനിയോറിറ്റി ഒരു ബാധ്യതയാകുന്ന ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. സീനിയോറിറ്റി കൊണ്ട് നമ്മളോട് മിണ്ടാൻ വൈമുഖ്യം കാണിക്കുക, അല്ലെങ്കിൽ ആ സീനിയോറിറ്റിക്കുള്ള പരിഗണന എനിക്ക് ലഭിച്ചില്ല എന്ന പരാതികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ലളിത ചേച്ചിയൊക്കെ എല്ലാവർക്കും ആക്സസ് ചെയ്യാം. നമുക്ക് ഈ ബഹുമാനം സ്നേഹമാകും, ബഹുമാനം ഭയമാകും. ബഹുമാനം സ്നേഹമായി മാറുന്നതല്ലാതെ ലളിത ചേച്ചിയോട് നമുക്ക് അങ്ങനെ ആ ഒരു ഇത്ര സീനിയറാണ് എന്ന് വന്ന ഒരാളാണെന്ന് തോന്നിയിട്ട് അതൊരു ഭയമായി അകന്നു നിൽക്കാൻ
തോന്നിയിട്ടില്ല അല്ല നമ്മള് ഒരിക്കലും തോന്നിയിട്ടില്ല. ഷോട്ട് കഴിഞ്ഞാൽ കാരോനിൽ പോയിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അല്ല ഒരു ഫോണുണ്ട്. ഫോണില് ഒന്നും അറിയില്ല, ഒരു വക ഫോണിൽ ചെയ്യാൻ അറിയില്ല. ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ഉണ്ട്. അതെ, എടി ഇതൊന്ന് പഠിപ്പിച്ചു അടി, ഇതൊന്ന് ചെയ്ത് അടിന്നുകൊണ്ട് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചേർക്കും. പക്ഷേ യൂട്യൂബ് എടുത്ത് പഴയ സിനിമ ആരും പഠിപ്പിക്കണ്ട. ലളിത ചേച്ചിയെ കൊണ്ട് സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുള്ള ഒരാളാണ് രാജസേനൻ സാറ്. ഒരുപാട് സിനിമകളിൽ, ആദ്യത്തെ കൺമണി പോലുള്ള സിനിമകളിൽ വളരെ വലിയ വേഷങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സംവിധായകനാണ്. നമുക്കൊന്നുകൂടെ അദ്ദേഹത്തിൻ്റെ കാണാം. എൻ്റെ പല സിനിമകളിലും ഒരു നിറസാന്നിധ്യമായിരുന്നു ലളിത ചേച്ചി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കടിഞ്ഞൂൽ കല്യാണം ചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് കിട്ടി. പിന്നെ സ്വപ്നം കൊണ്ട് തുലാഭാരം, പിന്നെ കഥാനായകൻ, ഒരു സ്മോൾ ഫാമിലി, അങ്ങനെ പല സിനിമകളിലും ചേച്ചി ഉണ്ടായിരുന്നു. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ, അതിനകത്ത് ഒരു ഗഡിലം ക്യാരക്ടറാണ് ചേച്ചി ചെയ്തിരുന്നത്. അപ്പോൾ കഥ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലരെ നിർബന്ധമായിട്ടും വേണമെന്ന് തോന്നും. അതാണ് ലളിത ചേച്ചിയുടെ പ്രത്യേകത. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് വർഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു അത്യപൂർവമായ ഒരു കലാകാരി തന്നെയാണ് ലളിത ചേച്ചി. പിന്നെ ഒരു അമ്മ കഥാപാത്രം ലീഡ് ചെയ്യുന്ന സിനിമ, അത്തരം സിനിമകൾ വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ഒന്നാണ് ആദ്യത്തെ കൺമണി. അപ്പോൾ ആ കഥ ചർച്ച ചെയ്യുന്ന സമയത്തും റാഫി മെക്കാട്ടിനും എനിക്കും വളരെ നിർബന്ധമായിരുന്നു ആ സെൻട്രൽ ക്യാരക്ടർ ലളിത ചേച്ചി തന്നെ വേണം. കാരണം ആ ഒരു ഡോമിനേഷനിലേക്ക് എത്താൻ ശബ്ദം കൊണ്ടും മുഖം കൊണ്ടും ചലനം കൊണ്ടും ഒക്കെ എത്താൻ ലളിത ചേച്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ടെലിവിഷനിൽ മുൻപ് പല പരിപാടികൾ ഞാൻ ഉൾപ്പെടെ അവതാരകനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ചില പരിപാടികൾ നമ്മുടെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. അതങ്ങനെ ഒരു എപ്പിസോഡിലോ ഒരു 2 എപ്പിസോഡുകളിലോ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന കാര്യങ്ങളുമല്ല. ഇവരെല്ലാം എത്രയോ മണിക്കൂറുകളോളം മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി. നമ്മളിപ്പോൾ വെറുതെ ഈ എപ്പിസോഡിനിടയിൽ എവിടെയോ നമ്മൾ കഥാപാത്രങ്ങൾ പറയാൻ തുടങ്ങിയപ്പം വളരെ എളുപ്പത്തിലൊരു 10-15 കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. പറയാത്തത് അത്രയും തന്നെ വീണ്ടും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതും പറയാത്തതുമായ എത്രയോ കഥാപാത്രങ്ങളാണ് ലളിത ചേച്ചിയുടേതായിട്ട് നമ്മൾ ഓരോ മലയാളിക്കും ഓരോ ലളിത ചേച്ചിയെ ഓർമ്മയുണ്ട്. അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച ആളായിട്ടും അമ്മയായും സഹോദരിയായും ഒരുപാട് ഓർമ്മകളിൽ ലളിത ചേച്ചി ഉണ്ട്. നമുക്കിനി ഓർമ്മയിൽ എന്നും എന്ന് പറയുന്ന ഈ പരിപാടി ലളിത ചേച്ചിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാം. വന്ന ഓരോരുത്തരോടും എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. നമുക്കൊരു സൈനിങ് സെഷനിലോട്ട് കിടക്കാം. KPSC ലളിത ചേച്ചി 50 വർഷങ്ങൾ, 500-ലേറെ സിനിമകൾ, 50 മിനിറ്റ് ദൈർഘ്യമുള്ള 2 എപ്പിസോഡുകൾ കൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു പരിചയമല്ല, സ്നേഹമല്ല മലയാളിക്ക് ലളിത ചേച്ചിയോടുള്ളത്. എങ്കിലും ലളിത ചേച്ചിയുടെ നല്ല ഓർമ്മകൾ എന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സിദ്ധാർത്ഥന് ഒരു ഉപകാരം കൊടുക്കുന്നതിന് കമൽ സാറിനോട് അഭ്യർത്ഥിക്കും. അമൃത ടിവിയുടെ ഒരു സ്നേഹോപഹാരം. വളരെ പ്രിയപ്പെട്ട KPSC ലളിത ചേച്ചി, നമ്മൾ ഓരോ മലയാളികളുടെയും ഓർമ്മയിൽ എന്നും ലളിത ചേച്ചി ഉണ്ടാകും. ലളിത ചേച്ചിയെക്കുറിച്ചുള്ള ഹ്രസ്വമായ ചെറിയ ഓർമ്മകൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവച്ചത്. 5 പതിറ്റാണ്ടുകൾ നീണ്ട ആ വലിയ അഭിനയ ജീവിതം ഓരോ മലയാളിയുടെയും ഓർമ്മകളിൽ എന്നും തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും.